ഈ വർഷത്തിൻ്റെ കലണ്ടറിൽ വന്ന അവസാനത്തെ ഞായറാഴ്ചയാണ് ഈ ആഴ്ച. പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു വാച്ച് നൈറ്റ് സർവീസ് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. എത്ര വേഗമാണ് വർഷങ്ങൾ മുമ്പോട്ട് പോയത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഒരു വർഷം കൂടെ പ്രായമായി. ചിന്തിക്കുന്നുണ്ടോ? ഓക്കെ, പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ. ഒരു വർഷം കൂടെ പ്രായമായപ്പോൾ വളർന്നോ തളർന്നോ? അതുകൂടെ ചിന്തിക്കണമല്ലോ. ഒരു വർഷം പ്രായമായ കഴിഞ്ഞ വാച്ചിനറ്റ് സർവീസിനേക്കാൾ ഒന്നുകൂടെ ഞാൻ വളർന്നിട്ടുണ്ടെന്ന്, ഹാവ് ഗ്രോൺ എന്ന് ശരിക്കും പറയാൻ കഴിവുള്ളവർ, ഇതിൻ്റെ ഗെയിൻ ഒന്ന് കൂട്ടി നിന്നോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ശരിക്കും പറയാൻ കഴിവുള്ളവർ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കരം ഉയർത്തി ഒരു സ്തോത്രം പറയാമോ? ഇത്രയും പേര് വളർന്നു. കരം ഉയർത്താൻ വയ്യാത്തവർ മുരടിച്ചു പോയോ? തളർന്നു പോയോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയേ. ദൈവം നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ വിഷയങ്ങളും, നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഓരോന്ന് നോക്കിയേ. എവിടെയെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം, ഒരു നല്ല വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടോ? സച്ചിൻ ഈ ഹൗളിംഗ് ഒന്ന് നിർത്താനാണ് പറഞ്ഞത്. നോക്കിയിട്ട് അവിടെ തന്നെ ഇരുന്നാൽ പോരെങ്കിൽ വന്ന് നോക്കിയിട്ട് എന്താ ചേച്ചി, ഒരു നല്ല വ്യത്യാസം ദൈവം എൻ്റെ ജീവിതത്തിൽ വരുത്തിയിട്ടുണ്ടെന്ന്, ഒരു വിഷയത്തിലെങ്കിലും വരുത്തിയിട്ടുണ്ടെന്ന് അനുഭവമുള്ളവർ കരം ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറയാം. ഇപ്പോൾ ഏതാണ്ട് ശരിയായിട്ടുണ്ട്, എന്നിട്ടും കൈപോക്കാതെ ചിലരുണ്ട്. ഇതിൽ കൂടുതൽ ദൈവത്തിന് നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്നാലും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ കാര്യം പോക്കാണെന്ന്. 2013 അടുത്ത വർഷം ദൈവം ആയുസ് തന്നാൽ, ആരോഗ്യം തന്നാൽ, എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് ചെയ്ത ഓരോ നന്മകൾ ഞാൻ ചോദിക്കട്ടെ, ഒരു മാസം ഒരു നന്മയെങ്കിലും എൻ്റെ ദൈവം എനിക്ക് ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ കാര്യം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒന്നേ ഉള്ളൂ, ഒന്നിലധികം നന്മകൾ ഓരോ മാസം എനിക്ക് ദൈവം ചെയ്യുമെന്ന് ഉറപ്പുള്ളവർക്ക് സ്തോത്രം ചെയ്യാം. സച്ചിൻ ഇങ്ങോട്ട് വന്നടുത്ത്. പ്രൈസ് ഗോഡ്. ദൈവം എനിക്ക് നന്മ ചെയ്യും, മാസത്തിൽ ഒരു നന്മയെങ്കിലും എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഞാൻ ചോദിക്കട്ടെ, പ്രൈസ് ഗോഡ്, എൻ്റെ ദൈവം എനിക്ക് ആഴ്ചയിൽ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് കുഴപ്പം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ദൈവം നമുക്ക് മാസത്തിലൊരു നന്മ വെച്ച് കിട്ടിയാൽ തൃപ്തരാകുന്നവരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് മാസത്തിലൊന്ന് കിട്ടിയാൽ മതി. ഓരോ ആഴ്ചയും ഒരാരാധന കഴിഞ്ഞ് പോകുമ്പം എനിക്കൊരു നന്മ വേണം. ആഗ്രഹിക്കാൻ പാടുണ്ടോ? ആഗ്രഹിച്ച ദൈവം തരുമെന്ന് ഉറപ്പുണ്ടോ? ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, എന്നാൽ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് തരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ വചനമെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കും. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ച നമ്മൾ ദൈവത്തിന്, ഇതിൻ്റെ വോളിയം ഒന്ന് കൂട്ടിക്കുകയും മോണിറ്ററിൻ്റെ വോളിയം ഒന്ന് കൂട്ടിക്കുകയും, നമ്മുടെ ദൈവം നമുക്ക് ഒരാഴ്ച വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ ആഴ്ചയാക്കി ഇന്ന് നടത്തിയാൽ പോരാ, അടുത്ത ആഴ്ച മുതൽ എല്ലാ ആഴ്ചയിലും ദൈവം എന്നെ നടത്തുമെന്ന് ഒരു ഉറപ്പോടെ ഒരു ഹല്ലേലൂയ പറയാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ 34-ാം സങ്കീർത്തനം നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം. സന്തോഷം ഒന്ന് പറഞ്ഞു കൊടുക്കും. സന്തോഷം ഇവിടെ വന്നിട്ട് ഇത് എനിക്ക് പ്രസംഗിക്കാൻ പറ്റുകയല്ലോ ഇങ്ങനെ ഇന്ന്. പ്രൈസ് ഗോഡ്. തലക്കെട്ടൊന്ന് വായിക്കാം. ദാവീദ് അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. ദാവീദ്
അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ 3 കാര്യങ്ങൾ തലക്കെട്ടിൽ എഴുതിയിരിക്കുന്നത്. 1, ബുദ്ധിഭ്രമം നടിക്കേണ്ടി വന്നപ്പോൾ പാടിയ പാട്ടായത്. 1. 2, ആട്ടിക്കളഞ്ഞപ്പോൾ എഴുതിയ സങ്കീർത്തനമാണ്. പ്രൈസ് ഗോഡ്. 3, അങ്ങനെ അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ പ്രൈസ് ഗോഡ് പാടിയ സങ്കീർത്തനം എഴുതിയിരിക്കുന്നു. ഓടിപ്പോകുമ്പോൾ പാടിയ സങ്കീർത്തനം. നേരത്തെ എഴുതി വെച്ചതല്ല, നമ്മളിവിടെ എഴുതി വെച്ചതാണ് വായിച്ചത്. ദാവീദ് എഴുതി വെച്ചതല്ല, ഓടിപ്പോകുമ്പോൾ പാടിയ പാട്ടാണ്. എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ, കഷ്ടം വന്നപ്പോൾ, പ്രയാസം വന്നപ്പോൾ, പ്രതികൂലം വന്നപ്പം ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് പൊങ്ങി വന്ന സങ്കീർത്തനമാണ് 34. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, 2012 ഹല്ലേലൂയ, പലപ്പോഴും പല സ്ഥലത്തു നിന്ന് ഓടിപ്പോകേണ്ടി വന്നപ്പോൾ, ബുദ്ധിഭ്രമം നടിക്കേണ്ടി വന്നപ്പോൾ, നിന്നെ ആട്ടിക്കളയേണ്ടി വന്നപ്പോൾ പാടാൻ സാധിച്ചില്ലായിരിക്കാം. എന്നാൽ 2013 അനുഭവങ്ങൾ വന്നാലും പാടി ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുന്നവർക്കുള്ള സങ്കീർത്തനമാണ് ഈ 34 സങ്കീർത്തനം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മനസ്സിലായോ? അങ്ങനെയുള്ളവർക്കുള്ള ഈ സങ്കീർത്തനം 34 സങ്കീർത്തനം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ബുദ്ധിഭ്രമം നടിക്കുമ്പം, ആട്ടിക്കളയുമ്പോൾ, ഓടിപ്പോകുമ്പോൾ, ഈ സന്ദർഭം ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണേൽ സങ്കീർത്തനം വായിക്കാൻ തന്നെ. ബുദ്ധിഭ്രമം നടിക്കേണ്ടി വരുമ്പോൾ, ആട്ടിക്കളയുമ്പോൾ, ഓടിപ്പോകുമ്പോൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിൽക്കക്കള്ളി ഇല്ലാതെ വന്ന സമയത്താണ് ഈ സങ്കീർത്തനം എഴുതിയത്. പക്ഷെ ഇത് വായിച്ചു നോക്കിയാൽ പ്രൈസ് ഗോഡ്, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇത് എഴുതിയെന്ന് തോന്നുകയില്ല. അതാണ് അതിൻ്റെ ബ്യൂട്ടി. ജീവിതത്തിൽ ഏത് പ്രയാസത്തിൽ കൂടെ കടക്കേണ്ടി വന്നാലും ഒരു വിശ്വാസിയെ കാണുമ്പോൾ ഇവൻ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്നവനാണെന്ന് ഇത് പറയാമോ? ഉറക്കെ പറഞ്ഞാട്ട്. ഒന്നുകൂടെ. അങ്ങോട്ട് കേൾക്കുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞേ. നമ്മെന്ന് കേട്ടല്ലോ. തോന്നണം എന്ന് പറഞ്ഞാൽ നമ്മളല്ലോ കേട്ടത്. പ്രൈസ് ഗോഡ്. തോന്നരുത്. ഏത് പ്രയാസത്തിൽ കൂടെ കടക്കേണ്ടി വരുമ്പോഴും ഞാൻ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണെന്ന് തോന്നരുത്. ആരെക്കുറിച്ച് തോന്നരുത്? ഒരു ദൈവ പൈതലിനെ കുറിച്ച് തോന്നരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ തോന്നാൻ, മറ്റുള്ളവർക്ക് കാണുമ്പോൾ തോന്നാൻ സാധിക്കാതെ വണ്ണം ഉറപ്പോടും കുലുങ്ങാത്തവരോടും ഇരിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. 2013 ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. കഷ്ടം വന്നാലും പ്രയാസം വന്നാലും പ്രതികൂലം വന്നാലും നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇതൊന്ന് ഉപേക്ഷിച്ച് ഏത് വിഷയം വന്നാലും നമുക്ക് തോന്നണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും മധ്യേ 34 സങ്കീർത്തനം എഴുതിയില്ലെങ്കിലും 34 സങ്കീർത്തനം എൻ്റെ അനുഭവമാകും. എഴുതിയില്ലെങ്കിലും ഞാനതെൻ്റെ അനുഭവം ഒക്കെ സ്വൽപ്പിട്ടെ ഇവിടുത്തേക്ക്. ഞാൻ എഴുതിയില്ലെങ്കിലും അതെൻ്റെ അനുഭവമാകും. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ ഇനി ഈ 34 സങ്കീർത്തനം നമ്മൾ വായിച്ച് പ്രൈസ് ഗോഡ്. 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഞാൻ യഹോവയെ, ഓടിപ്പോകുന്നവൻ പറയുകയാണ്, ആട്ടിക്കളഞ്ഞവൻ പറയുകയാണ്, ബുദ്ധിഭ്രമം നടിക്കുന്നവൻ പറയുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. പിന്നെ അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഓക്കെ, ഇപ്പം ചെയ്യുന്നത് ശരി, അതുപോലെ അങ്ങ് ചെയ്ത് കറക്റ്റ് ചെയ്താൽ മതി. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 2 വാക്ക് അതിനകത്തുണ്ട്. 1, ദൈവത്തിന് സ്തോത്രം, എല്ലാ കാലത്തും. 2, എപ്പോഴും. ഇത് കാണാതെ പഠിച്ചോണം കേട്ടോ, ഈ 2 വാക്ക്. 1, എല്ലാ കാലത്തും. 2, എപ്പോഴും. എന്ന് പറഞ്ഞാൽ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സാഹചര്യങ്ങളല്ല,
സന്ദർഭങ്ങളല്ല, സംഭവങ്ങളല്ല എന്നെ നിയന്ത്രിക്കുന്നത്, അതിനുപരിയായി എൻ്റെ തീരുമാനങ്ങളാണ്. പ്രൈസ് ഗോഡ്. സാഹചര്യമല്ല, സംഭവങ്ങളല്ല, സന്ദർഭങ്ങളല്ല എന്നെ നിയന്ത്രിക്കുന്നത്, അതിലുപരിയായി എൻ്റെ തീരുമാനങ്ങളാണ്. ഈ ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, എപ്പോഴും സ്തുതിക്കും എന്ന് പറയാൻ പറ്റൂ. പ്രൈസ് ഗോഡ്. സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ആലോചിച്ചാൽ നടക്കുന്ന കാര്യമല്ല, ഞാൻ സമ്മതിക്കുന്നു. ഏതു നേരവും ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. സമ്പത്തുണ്ടായിരുന്നപ്പോൾ, ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ, കുഞ്ഞുങ്ങളുണ്ടായിരുന്നപ്പോൾ, വലിയ ഉന്നത പദവി ഉണ്ടായിരുന്നപ്പോൾ ഇയ്യോബ് കൃത്യമായി ദൈവത്തെ ആരാധിച്ചു, യാഗങ്ങൾ കഴിച്ചു. പക്ഷേ മക്കൾ പോയി, സമ്പത്ത് പോയി, ആട്ടിൻകൂട്ടങ്ങൾ പോയി, സ്വന്തം ആരോഗ്യവും പോയി. അന്നേരം ഭാര്യ പറയുകയാണ്, ഇനിയും നീ നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? അധ്യായം വാക്യമേതാ? യോബിൻ്റെ പുസ്തകം 2:9. യോബ് 2:9 എടുത്തേ. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ആരാ ചോദിച്ചത്? യോബിന്റെ ഭാര്യ. എന്നിട്ട് ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. Curse God and die. Curse God and die. ദൈവത്തെ ശപിച്ചിട്ട് ചത്തുകളയാൻ. പ്രൈസ് ഗോഡ്. നല്ല ഉത്തരം, നല്ല ഉപദേശമാണല്ലേ? പ്രൈസ് ഗോഡ്. ശരിയുമാ. പലരും പറയും ശരിയാ. ഈ ദൈവത്തെ സേവിച്ചിട്ട് എന്ത് കാര്യം? യോബേ, നീ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? നീ ആരാധിച്ചിട്ട് എന്ത് കാര്യം? എന്ത് കിട്ടി? എല്ലാം പോയില്ലേ? ചോദ്യങ്ങൾ ഒന്നിനു പുറകെ. പക്ഷെ യോബ് പറഞ്ഞെന്നറിയാമോ? വായിച്ചാട്ടെ. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നുവോ? പിന്നെ നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നിട്ട് ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ഒരു കാര്യം പറഞ്ഞു, നഗ്നനായി വന്നു, നഗ്നനായി മടങ്ങിപ്പോകും. ദൈവത്തിന് ഒരു കുറ്റം ഞാൻ ആരോപിക്കത്തില്ല. ദൈവം ചെയ്യുന്നതെല്ലാം ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് അംഗീകരിക്കുന്നു, ഞാനത് ഏറ്റുപറയുന്നു. പറ്റുമോ? ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം ശരി. ദൈവം ചെയ്യുന്നത് ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ ഏറ്റെടുക്കുന്നു. പറയാൻ പറ്റുന്നവർ മാത്രം ഒരു സ്തോത്രം പറ. ഇനി അടുത്തത് ഇച്ചിരി കട്ടിയാ കേട്ടോ. ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല. പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഇതെല്ലാം പറയാൻ പറ്റുന്നത് ആർക്കാണെന്നറിയാമോ? യേശു സകലതും നന്മയ്ക്കായി ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ യേശു സകലതും നന്മയ്ക്കായി ചെയ്യുന്നു. ഒന്ന് ഉറക്കെ പറയാമോ? എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ സകലതും നന്മയ്ക്കായി ചെയ്യുന്നു. എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ സകലതും നന്മയ്ക്കായി ചെയ്യുന്നു. എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ സകലതും നന്മയാക്കി മാറ്റും. നന്മയല്ല ഒന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായ്ക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനെന്നിൽ പകരുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനെന്നിൽ പകരുന്നവൻ. യേശു യേശു അവനാരിലും
യേശു യേശു അവനാരിലും മതിയായവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭാവിച്ചിടുന്നു. തിരുസ്വരം അനുസരിച്ച അവനൊരുക്കിടും അവനധികം. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭാവിച്ചിടുന്നു. തിരുസ്വരം അനുസരിച്ച നമുക്കൊരുക്കിടും അവനധികം. കൃപയാരുളിടുമേ ബലമണിക്കുമേ. കൃപയാരുളിടുമേ ബലമണിക്കുമേ. കയ്പിന്റെ അനുഭവങ്ങളെ മധുരമായി മാറ്റും. മധുരമായി മാറ്റിടുമേ. യേശു യേശു കയ്പിനെ മധുരമാക്കി മാറ്റുന്ന യേശു സകലത്തിനും വലിയവൻ, സകലത്തിനും മതിയായവൻ. ഉള്ളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് പാടി ആരാധിക്കുക. യേശു യേശു അവനാരിലും മതിയായവൻ. കണ്ണുനീർ താഴ്വരകൾ ജീവജല നദിയാക്കുമവൻ. ലോകത്തെ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ. സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ. സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ. സ്നേഹക്കോടിക്കീഴിൽ നയിക്കുമവൻ. സ്നേഹക്കോടിക്കീഴിൽ നയിക്കുമവൻ. അതെ, യേശു വലിയവനാണ്. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. പ്രൈസ് ഗോഡ്. ഇങ്ങനെ പാടണമെങ്കിൽ ദാവീദിന് കിട്ടിയ 10 വെളിപ്പാടുകൾ ഈ സങ്കീർത്തനത്തിൽ കിടപ്പുണ്ട്. ആ 10 വെളിപ്പാടുകൾ 10 വാക്കുകളാണ്. വെറും 10 വാക്ക്. ആ വാക്കിനോട് ചേർന്ന് ഒരു വെളിപ്പാട്. ഹല്ലേലൂയ. 10 വാക്കുകൾ 10 വെളിപ്പാട്. ഇന്ന് ആ വെളിപ്പാട് നിങ്ങൾക്ക് കിട്ടിയ, ഞാൻ പറയാം, എന്ത് കഷ്ടമുണ്ടെങ്കിലും ദാവീദ് പാടിയ പോലെ നമ്മളും പറയും, എല്ലാ കാലത്തും എപ്പോഴും ദൈവത്തെ വാഴ്ത്തും, ദൈവത്തെ സ്തുതിക്കും. ആ വെളിപ്പാട് എനിക്കൊന്ന് കിട്ടണമെന്ന് താല്പര്യമുള്ളൊരു സ്തോത്രം പറയാം. ഒന്നാമത്തെ വെളിപ്പാടെന്ന് പറയുന്നത് ഒരു തീരുമാനമാണ്. അത് തീരുമാനിക്കാനുള്ള വെളിപ്പാടാണ്. ഒന്നാം വാക്യത്തിൽ ഞാൻ എല്ലാ കാലത്തും
യഹോവയെ വാഴ്ത്തും. അതൊരു വെളിപ്പാടാണ്. ആ വെളിപ്പാട് കിട്ടണമെങ്കിൽ ദൈവം നന്മയ്ക്കായിട്ടാണ് എനിക്കെല്ലാം ചെയ്യുന്നതെന്ന് ഗ്രഹിക്കണം, വിശ്വസിക്കണം. ഞാൻ ചോദിക്കട്ടെ, 2012 ശത്രു തകർക്കാൻ നോക്കി, മുടിക്കാൻ നോക്കി, നശിപ്പിക്കാൻ നോക്കി. പക്ഷേ വിശ്വാസഗോളത്തിൽ പിടിച്ചു നിൽക്കാൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ദൈവം സഹായിച്ചെന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? അവന് കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദേഹത്തെ കൊന്നിട്ട് ദേഹിയെ ഒന്നും ചെയ്യാൻ കഴിയാത്ത മനുഷ്യരെ ഭയപ്പെടരുത് എന്ന് പറഞ്ഞാൽ, ഈ ദേഹത്തേൽ എന്ത് ചെയ്യാനും അധികാരമുള്ള പലരുമുണ്ട്. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചത്തെ പത്രം ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ വെട്ടിക്കൊന്നു, കാറിലിട്ട് വെട്ടി. പ്രൈസ് ഗോഡ്. കഴുത്ത് ഞെക്കി കൊന്നു. പ്രൈസ് ഗോഡ്. വിൽക്കാൻ കൊണ്ടുവന്ന സാധനം, രത്നം വിൽക്കാൻ ചെന്നതാണ്, കൊന്നിച്ചും സാധനം കൊണ്ടുപോയി. കൂട്ടുകാരനെ പച്ചാളത്തെങ്ങാണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് വന്നത്. ചിറ്റൂർ വീട്ടിന് 300 മീറ്റർ എന്ന് വെച്ചാൽ 100 അടി ഇവിടെ നിന്ന് ആ ഗേറ്റ് വരെ ദൂരം ഇത്ര എത്തി. പക്ഷെ വീട്ടിൽ കയറിയില്ല. അതിനു മുമ്പ് കാറിലിട്ട് വെട്ടി. 2 ഡോറും തുറന്ന് കിടന്നെന്നാണ് പറയുന്നത്. എന്നിട്ട് ഡോർ 2 സീറ്റിനെ നടുക്കാ ബോഡി കിടന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഒരു ദിവസം 2-3 കേരളത്തിൽ നടക്കുന്നത്. ഇന്ത്യ പോട്ടെ, കേരളത്തിൽ നടക്കുന്നത്. അത് വന്ന് എവിടെ നടക്കാൻ തുടങ്ങിയപ്പം ഇവിടെ എറണാകുളത്ത് നടക്കാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? പാലം വരുമ്പം ഡോറ് തുറന്ന് വെള്ളത്തിലോട്ട് തട്ടുമെന്ന് പറ്റുമോ? അതും നടക്കുക. ഞാനൊരു കാര്യം പറയാം. നമ്മളും നമ്മുടെ വീട്ടുകാരും നമ്മുടെ കൂട്ടാളികളും നമ്മുടെ മക്കളും സുരക്ഷിതരായിരിക്കുന്നത് ദൈവം കാത്തതുകൊണ്ടാണ്. അനർത്ഥങ്ങൾ ചുറ്റും നടന്നു, അനർത്ഥങ്ങൾ ഇടതുവശത്ത് നടന്നു, അനർത്ഥങ്ങൾ വലതുവശത്ത് നടന്നു, അനർത്ഥങ്ങൾ മുമ്പിൽ നടന്നു, അനർത്ഥങ്ങൾ പുറകിൽ നടന്നു. പക്ഷേ ആയുസ്സോടെ, ആമേൻ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ഇന്ന് ഈ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവം കാത്തതുകൊണ്ടാണ്. ദൈവം കാത്തതുകൊണ്ടാണ്. ദൈവം കാത്തതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ പറയും ദൈവം കാത്തതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഗ്രേസിയും കൂടെ പോവുമായിരുന്നു. പ്രൈസ് ഗോഡ്. അല്ല, മുമ്പേ ഒരു വണ്ടി പോകുന്നുണ്ട്. പക്ഷേ അത് ഇടയ്ക്ക് നിർത്തിയത് ഞാൻ കണ്ടില്ല. ഗ്രേസ് ഇവിടെ നിർത്തി ഇട്ടിരുന്നതാണെന്ന്. ഏതായാലും ഞാൻ കണ്ടത് മുമ്പേ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ്. നിർത്തിയത് ഞാൻ കണ്ടില്ല. ഏതാണ്ട് ഈ ക്യാമറയുടെ അകലം എത്തിയില്ല. അന്നേരം ഞാൻ കാണുന്നത് വണ്ടി നിന്ന് കിടക്കുക. ഒരു സെക്കൻഡ് വേണ്ട, ഒരു 90-80 കിലോമീറ്റർ സ്പീഡ് കാണിച്ച് എന്നാൽ അതിൻ്റെ പുറകിൽ ചെന്ന് ഇടിച്ച് കയറാൻ. പക്ഷെ ലാസ്റ്റ് മോമെൻറ്റിൽ കാണുകയും വെട്ടിച്ച് മാറാനും സാധിച്ചു. കണ്ടില്ലെന്ന് ആലോചിച്ച് നോക്കി. കണ്ടതാണോ കാണിച്ചതാണ്? എന്താ പറയുന്നത്? ഞാൻ വിശ്വസിക്കുന്നു കാണിച്ചതാണ്. അങ്ങനെ എന്തെല്ലാം കാണിച്ചു തന്നല്ലേ? എവിടെയെല്ലാം കാണിച്ചു തന്നു? എന്തെല്ലാം നിനക്ക് കാണിച്ചു തന്നു? നിന്റെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുത്തു, നിന്റെ തലമുറയ്ക്ക് കാണിച്ചു കൊടുത്തു. അനർത്ഥങ്ങൾ പതിയിരുന്ന സ്ഥാനത്ത്, ശത്രു നശിപ്പിക്കാൻ നോക്കിയ സ്ഥാനത്ത്, ശത്രു തകർക്കുവാൻ നോക്കിയ സ്ഥാനത്ത്, ശത്രു നിന്റെ കണ്ണ് കുരുടാക്കി നശിപ്പിക്കാൻ ശ്രമിച്ച സ്ഥാനത്ത് തക്ക സമയത്ത് കണ്ണ് തുറന്ന് കാണത്തക്കവണ്ണം വഴിയൊരുക്കിയ കൃപകൾക്കായി സ്തോത്രം ചെയ്തവനെ ആരാധിക്കാം. ആരെല്ലാം ആട്ടിക്കളഞ്ഞാലും, ആരെല്ലാം നിന്നെ തകർത്ത് കളഞ്ഞാലും, ആരെല്ലാം നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും അതിന്റെ ഉള്ളിൽ നിന്ന് പൊന്നുപോലെ നിന്നെ വെളിയിൽ കൊണ്ടുവരുന്ന മഹാദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്ത് പ്രശ്നം വന്നാലും ഒരൊറ്റ ബോധ്യം വന്നാൽ മതി. എൻ്റെ ദൈവത്തിന് എന്നെ അറിയാം, എൻ്റെ അവസ്ഥ അറിയാം. ഹല്ലേലൂയ. ആ ബോധ്യം ഉള്ളിൽ വന്ന് കഴിയുമ്പോഴാണ് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. ആ ബോധ്യം വരുമ്പോഴാണ് ചിലർ തീരുമാനമെടുക്കുന്നത്. ആ ബോധ്യം വരുമ്പോഴാണ് ചിലർ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന് സ്തോത്രം, മുന്നോട്ട് ഇറങ്ങുന്നത്. ആമേൻ. എനിക്കറിയാവുന്നൊരു ദൈവദാസൻ, കോതമംഗലത്തുള്ള ആളാണ്. അദ്ദേഹം ഒരു യാക്കോബായ കുടുംബത്തിലെ അംഗമായിരുന്നു. ആളെ ഞാൻ നേരിട്ടൊന്ന് പറഞ്ഞുതരാം. അദ്ദേഹം വിശ്വാസത്തിനെതിരായി വർഷങ്ങൾ നിന്നു. തൻ്റെ ഭാര്യയ്ക്ക്, കുഞ്ഞുങ്ങൾക്ക് എല്ലാം അക്സെപ്റ്റബിൾ ഫെയ്ത്ത്. ഭാര്യ സ്നാനപ്പെട്ടു, കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ടു, എല്ലാവരും ആരാധനയ്ക്ക് പോകുന്നു. ഇദ്ദേഹം ആരാധനയ്ക്കും പോകത്തില്ല, ഈ വിശ്വാസം അംഗീകരിക്കുന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, ചെറുവള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ബാവയെ കണ്ടാൽ ഞാൻ ജനിച്ചത്, എനിക്ക് ബാവ മതി, മരണം വരെ ബാവ മതി, വേറെ ആരും വേണ്ട, യേശുവും വേണ്ട,
ഒന്നും വേണ്ട, ഭാവം മതി. ഭാവാതിരുമേനി ഉണ്ടെങ്കിൽ എൻ്റെ സകല കാര്യത്തിനും വിടുതലുണ്ട്. അത് അനുഭവിച്ചറിഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കോതമംഗലത്തിന് കിഴക്ക് കോഴിപ്പള്ളി എന്നൊരു സ്ഥലമുണ്ട്, ബിഷപ്പ് ഹൗസിനടുത്ത്. ആ വീട്ടിലൊരു ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ആമേൻ. അന്ന് കൂടൽ കുഞ്ഞുഞ്ഞു സഹോദരൻ എന്ന് പറയുന്ന ദൈവദാസൻ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം ആ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഇപ്രകാരം ഈ മനുഷ്യനോട് പറഞ്ഞു, നിൻ്റെ മുട്ടുകാലയിൽ ഒരു വേദന തുടങ്ങിയിട്ട് മാസങ്ങളായി, നീ ഒറ്റ അടിക്ക് 10 സ്റ്റെപ്പിൽ കൂടുതൽ വയ്ക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ 15 സ്റ്റെപ്പിൽ കൂടുതൽ വയ്ക്കാൻ പറ്റത്തില്ല. അത്ര നടന്നു കഴിഞ്ഞാൽ 1 സെക്കൻഡ് നിൽക്കും, എന്നിട്ടേ പിന്നെ അടുത്ത സ്റ്റെപ്പ് വയ്ക്കത്തുള്ളൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിൻ്റെ വേദന ഞാൻ കാണുന്നു. നിൻ്റെ ഭാര്യയോട് പോലും നീ പറഞ്ഞിട്ടില്ലാത്ത നിൻ്റെ വേദന ഞാൻ കാണുന്നു. അന്ന് ആ മനുഷ്യൻ എഴുന്നേറ്റ് സ്നാനപ്പെടാൻ പ്രതിഷ്ഠിച്ചു. എന്നോട് പറഞ്ഞതെന്നറിയാമോ? വേദന മാറിയില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നിൻ്റെ വേദന ഞാൻ കാണുന്നു. അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി, ഞാൻ ഭാര്യയോട് പോലും പറയാത്ത എൻ്റെ മുട്ടിൻ്റെ വേദന അറിയുന്നൊരു ദൈവമുണ്ട്. നീ അനുഭവിക്കുന്ന വേദന, നീ അനുഭവിക്കുന്ന കഷ്ടം, നീ അനുഭവിക്കുന്ന ദുഃഖം അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് നിനക്ക് തെളിഞ്ഞു കിട്ടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഉറക്കെ പറയണം, എല്ലാ കാലത്തും ഞാൻ യഹോവയെ വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ഇന്ന് പകൽക്കാലം പ്രൈസ് ഗോഡ് കരം ഉയർത്തി പറയാമോ? ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും, തൻ സ്തുതി എപ്പോഴും എൻ നാവിന്മേലുണ്ട്. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും, തൻ സ്തുതി എപ്പോഴും നാവിന്മേലുണ്ട്. എൻ്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു, എൻ്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു. എൻ്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു, എൻ്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. തന്നിൽ മാത്രം നോക്കിടുന്നു ശോഭിതരായി തീരും, ആയവർ മുഖം എല്ലാം ലജ്ജിക്കയില്ല. തന്നിൽ മാത്രം നോക്കിടുന്നു ശോഭിതരായി തീരും, ആയവർ മുഖം എല്ലാം ലജ്ജിക്കയില്ല. എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു, എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു, എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. ലോകത്തിൻ പ്രഭുക്കളിൽ ആശ്രയം വയ്ക്കില്ല, ദൈവമത്രേ ആശ്രയം, അതത്ര ഉത്തമം. ലോകത്തിൻ പ്രഭുക്കളിൽ ആശ്രയം വയ്ക്കില്ല, ദൈവമെന്റെ ആശ്രയം, അതെത്ര ഉത്തമം. എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു, എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മാനസം പ്രിയൻ ആനന്ദിക്കുന്നു, എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. അന്ന് ആ മനുഷ്യൻ എഴുന്നേറ്റ് ദൈവത്തിൽ പ്രതിഷ്ഠിച്ചു, സ്നാനപ്പെട്ടു, ഇന്നും ജീവിച്ച് വിശ്വാസത്തിലുണ്ട്. ഞാൻ പറയുന്നു, നിന്നെ ദൈവം തൊടുന്ന മാർഗങ്ങൾ പലതാണ്. സൗഖ്യം തരണമെന്നില്ല, വിടുതൽ തരണമെന്നില്ല, പക്ഷേ നിൻ്റെ കഷ്ടം മാറ്റണമെന്നില്ല, നിൻ്റെ ദുഃഖം മാറ്റണമെന്നില്ല. പക്ഷേ ദൈവം അറിയുന്നൊരു തോന്നൽ കിട്ടിയാൽ സന്തോഷിക്കാൻ എത്ര പേർക്ക് സാധിക്കും? കരമൊരു സ്തോത്രം ചെയ്യാം. ദാവീദിന് ഹല്ലേലൂയ ഇങ്ങനെ ചില തോന്നൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പറഞ്ഞത്, ഞാൻ എല്ലാ കാലത്തും, ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കും. അപ്പം കീ വേർഡ് ഇതാണ്, എല്ലാ കാലത്തും എപ്പോഴും. ഈ എല്ലാ കാലത്തും എപ്പോഴും എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാമെങ്കിൽ പ്രൈസ് ഗോഡ്, അടുത്ത വാക്കുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീണ്ടും പ്രാക്ടിക്കലാക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ വാക്ക് പ്രൈസ് ഗോഡ് 34-ാം വാക്യം. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും. മൂന്നാമത്തെ വാക്ക് എല്ലായ്പ്പോഴും എപ്പോഴും. അടുത്തത് സകല. ഇവിടെ എഴുതിയിരിക്കുന്നത് സകല ഭയങ്ങളിൽ നിന്നും
സകല, ഒന്ന് സെലക്ട് ചെയ്യാൻ പാടില്ലേ, സകല ഭയങ്ങളിൽ നിന്നും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പറയുമ്പോൾ തന്നെ ചെയ്താലും സകല ഭയങ്ങളിൽ നിന്നും. പ്രൈസ് ഗോഡ്. അതിനകത്ത് സകല. ഹല്ലേലൂയ. ഇന്ന് രാത്രി, ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും എന്തെങ്കിലും ഭയമുള്ളവരുണ്ടെങ്കിൽ ഈ വാക്യം പോരെ, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വെടിവെച്ചു. വിശ്വസിക്കാൻ കഴിയുമ്പോൾ സ്തോത്രം ചെയ്യുക. സകല ഭയങ്ങളും പോകട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഇന്ന് പകൽക്കാലം ഈ വാക്യത്തിൻ്റെ ബലത്തിൽ, ഈ വാക്യത്തിൻ്റെ ധൈര്യത്തിൽ സകല ഭയങ്ങളും പോകട്ടെ. ആമേൻ. എന്തൊക്കെ ഭയമുണ്ട്? ഒത്തിരി ഭയങ്ങളുണ്ട്. അതിന് മലയാളത്തിൽ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് ഭയങ്ങളുണ്ട്. ഒന്ന്, കടക്കാർ വരും എന്നുള്ള ഭയം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 2, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ജപ്തിക്കാർ വരും എന്നുള്ള ഭയം. പ്രൈസ് ഗോഡ്. 3, CC അടയ്ക്കാത്തവർ വരും എന്നുള്ള ഭയം. ഹല്ലേലൂയ. 4, ഗുണ്ടകൾ വരും എന്നുള്ള ഭയം. 5, പരീക്ഷയ്ക്ക് തോറ്റുപോകും എന്നുള്ള ഭയം. ഹല്ലേലൂയ. 6, ദൈവത്തിന് സ്തോത്രം, ബസ് കിട്ടത്തില്ലെന്നുള്ള ഭയം വരെ ഉണ്ട്. ട്രെയിൻ കിട്ടുകയില്ല, അതും ഭയമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ താമസിച്ച് ട്രെയിൻ കിട്ടുകയില്ല, പേടിയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഭയം. ചിലർക്ക് ഗ്യാസ് തീരുമെന്നുള്ള ഭയം, ഇപ്പോൾ അതും കൂടെ ഉണ്ട്. 6 കിട്ടത്തുള്ളൂ, ഗ്യാസ് തീരും. ഭർത്താവാണെങ്കിൽ സിംഹം പോലെ കിടന്ന് ചാടും. നീ തീർത്തതാണെന്നാണ് പറയുന്നത്. ഭർത്താവിന് പായസം ഉണ്ടാക്കി കൊടുത്തതൊന്നും കണക്കിലില്ല. പ്രൈസ് ഗോഡ്. ഇങ്ങനെ ഒരുപാട് ഭയങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ഭയമുണ്ട്, ബാക്കിയുള്ള എല്ലാ ഭയവും നമുക്ക് സഹിക്കാം, ക്ഷമിക്കാം. എന്തുവാ? മരണഭയം. ചിലരൊക്കെ ഡോക്ടർമാർ പറഞ്ഞു വിടുക, ഇനി 6 ആഴ്ച ഉള്ളെന്ന്, 4 ആഴ്ച ഉള്ളെന്ന്, 3 ആഴ്ച ഉള്ളെന്ന്, 24 മണിക്കൂറേ ഉള്ളെന്ന്. ഇവിടെ തന്നെ അങ്ങനെ പറഞ്ഞിട്ട് ജീവിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ കരം ഉയർത്തിയൊരു സ്തോത്രം ചെയ്തേ. ചില ഡേറ്റുകൾ പറഞ്ഞിട്ടും ജീവിച്ചിരിക്കാൻ ദൈവം ഭാഗ്യം തന്നവർ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവർ കരം ഉയർത്തി ഒരു സ്തോത്രം ചെയ്ത് ആരാധിക്കാമോ? അവരുടെ ബന്ധുക്കളൊന്ന് കരം ഉയർത്തി ആരാധിക്കാമോ? ഇത് പറയുമ്പോൾ ബന്ധുക്കളും കൂടെ ബാധിക്കുന്നു. നിങ്ങളുടെ എന്ന് പറയുമ്പം ഈ രോഗി മാത്രമല്ല, രോഗിയുടെ ബന്ധുവും കൂടെ ഒന്ന് കൈപൊക്കിക്കൊണ്ട്. രോഗി പോയാലും വേണ്ടുകയല്ല, നഷ്ടം നിങ്ങൾക്കാണ് കൂടുതൽ. രോഗിക്ക് അങ്ങ് മേളിൽ പോയാൽ സുഖമാണ്. മനസ്സിലാക്കണം. ഒരു വിശ്വാസി രോഗം പിടിച്ച് ചത്തുപോയാൽ അവനവിടെ സുഖമാണ്. നിങ്ങളാ ഗതികേടിലാകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മാരകമായ രോഗത്തിന് ദൈവം വിടുവിച്ചു. ഡോക്ടർമാർ വിധി എഴുതി അവധി പറഞ്ഞ രോഗത്തിൽ നിന്ന് എന്നെ വിടുവിച്ചവർ കൈവെക്കാൻ പറയുമ്പം ഭർത്താവ് കൈവെക്കുമ്പോൾ ഭാര്യ അങ്ങനെ പമ്മിയിരിക്കുകയല്ല, ഭാര്യ കൈവെക്കുമ്പോൾ ഭർത്താവ് ഒളിച്ചിരിക്കുകയല്ല, അപ്പനും അമ്മയും കൈവെക്കുമ്പോൾ മക്കൾ ഒളിച്ചിരിക്കുകയല്ല. ഇത് അനുഭവിച്ചവരല്ല, ആ വീട്ടിൽ ഈ അനുഭവത്തിൻ്റെ നന്മ പറ്റിയവരെല്ലാം കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവം വിടുവിച്ചില്ലേ? സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഏതെല്ലാം ഭയം ഡിഫൈൻ ചെയ്യാമോ, നിർവചിക്കാമോ? ആ സകല ഭയങ്ങളിൽ നിന്നും ആ വാക്യം ഒന്ന് വായിച്ചേ. യഹോവ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. എന്തുകൊണ്ട് നാം യഹോവയുടെ നാമത്തെ ഉയർത്തണം? എന്തുകൊണ്ട് എല്ലായ്പ്പോഴും അവൻ്റെ നാമത്തെ സ്തുതിക്കണം എന്ന് ചോദിച്ചാൽ ദാവീദിനുള്ള മറുപടിയാണ്, അവൻ എന്നെ സഹായിച്ചു. അവൻ ദൈവം എന്നെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഇന്ന് പകൽക്കാലം സകല ഭയങ്ങളിൽ നിന്നും എൻ്റെ ദൈവം എന്നെ വിടുവിച്ചെന്ന് അനുഭവങ്ങൾ ഉള്ളവർക്കായി ഒരു സ്തോത്രം ചെയ്ത് ആരാധിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി 4-ാമത്തെ വാക്ക് കിടക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം 6-ാം വാക്യത്തിലാണ്. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും. അവിടെയും സകല എന്നാണ് പദം, പക്ഷേ സകല കഷ്ടങ്ങൾ. ആദ്യം പറഞ്ഞത് ഭയമാണ്, ഇപ്പൊ കഷ്ടമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്, എൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും 2013 എൻ്റെ ദൈവം എന്നെ വിടുവിക്കും. ഉറപ്പോടെ പറ, എൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും 2013 എൻ്റെ യേശു എന്നെ വിടുവിക്കും. എൻ്റെ യേശു എൻ്റെ ജീവിതത്തിലെ സകല കഷ്ടങ്ങളിൽ നിന്നും 2013 എന്നെ വിടുവിക്കും. വിശ്വസിച്ചുകൊണ്ട് ഒരു സ്തോത്രം പറയാമോ? ഇതാണ് ഈ സങ്കീർത്തനം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി അടുത്ത വാക്ക് ദൈവത്തിന്റെ സ്തോത്രം 7-ാം വാക്യം. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. അടുത്ത പദം ചുറ്റും. ഇതെല്ലാം പൂർണ്ണതയുള്ളതാണ് കേട്ടോ. ചുറ്റും എന്ന് പറഞ്ഞാൽ ഇവിടെ തുടങ്ങി ഇങ്ങനെ അന്ന് ഇവിടെ അവസാനിക്കണം. അതാണ് ചുറ്റും. യഹോവയുടെ ദൂതൻ എന്ത് ചെയ്യും? എൻ്റെ ചുറ്റും പാളയം ഇറങ്ങും. ദൈവമക്കളെ,
നിനക്ക് ചുറ്റും ദൂതൻ പാളയം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ഭേദിച്ച് അകത്ത് വന്ന് നിന്നെ തൊടാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ ദൂതൻ എനിക്ക് ചുറ്റും പാളയം ഇറങ്ങി എന്നെയും എൻ്റെ കുടുംബത്തെയും എനിക്കുള്ളതിനെയും വിടുവിക്കുമെന്ന് ഉറപ്പുള്ളവർക്കൊരു സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇനി ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം കിടക്കുന്നത്, അടുത്ത വാക്ക് കിടക്കുന്നത് 39-ാം അധ്യായം 9-ാം വാക്യം. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവിൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ഒന്നിനും മുട്ടില്ല അവൻ്റെ ഭക്തന്മാർക്ക്. ഞാൻ വിചാരിക്കുന്നു 2013 ദൈവത്തെ ഭയപ്പെട്ട് ദൈവകൃപയിൽ ജീവിക്കാമെങ്കിൽ ഒന്നിനും മുട്ടുവരത്തില്ല. 2013 2013 എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം 10 വർഷം തികയുക. എന്ത് ചെയ്തിട്ടെന്നറിയാമോ? ജോലി വിട്ടിട്ട്. 2003 ഞാൻ ജോലി വിടുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ വിട്ടില്ലായിരുന്നെങ്കിൽ ഈ സെപ്റ്റംബറിലാണ് ജോലി വിടേണ്ടിയിരുന്നത്. അപ്പോൾ 2013 വിളിച്ചറിയിക്കുന്നത്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, നിൻ്റെ ജീവിതത്തിൽ 10 വർഷം, എന്നോട് പറയുന്നത് 10 വർഷം ഒന്നിനും മുട്ടില്ലാതെ എന്നെ നടത്തിയൊരു ദൈവം എനിക്കറിയാം. നിങ്ങളെ നടത്തിയെന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഒരു സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ 1 വർഷമല്ല 2 വർഷമല്ല, വിശ്വാസത്തിൽ വന്ന ചില സ്റ്റെപ്പുകൾ എടുത്ത, ചില പ്രത്യേകമായ തീരുമാനങ്ങൾ എടുത്ത ആ നിമിഷം മുതൽ പുറകോട്ട് നോക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ, ഒന്നിനും മുട്ടില്ലാതെ എൻ്റെ ദൈവം എന്നെ നടത്തി 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 എൻ്റെ ദൈവം എന്നെ നടത്തി, എൻ്റെ ദൈവം എന്നെ നടത്തി. ആത്മഹത്യ ചെയ്യേണ്ട സന്ദർഭങ്ങളുണ്ടായിരുന്നു, വീട് പോകേണ്ട സന്ദർഭങ്ങളുണ്ടായിരുന്നു, നാട് വിട്ടു പോകേണ്ട സന്ദർഭങ്ങളുണ്ടായിരുന്നു, ഹല്ലേലൂയ, ചത്തുപോകേണ്ട സന്ദർഭങ്ങളുണ്ടായിരുന്നു, നശിച്ചു പോകേണ്ട സന്ദർഭങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിലെല്ലാം എൻ്റെ ദൈവം വേറെ ആരുമല്ല, വേറെ ആരും എന്നെ സഹായിച്ചില്ല, എൻ്റെ ദൈവം എന്നെ നടത്തി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എനിക്ക് 10 വർഷം തിരിഞ്ഞു നോക്കി പറയാൻ ഒരു മടിയുമില്ല, ഒരൊറ്റ കൊച്ചു കാര്യം പോലും പറയാനില്ല. എല്ലായിടത്തും ജയോത്സവമായി നടത്തി. നിങ്ങളെയും അതുപോലെ നടത്തുമെന്ന് ഞാൻ ഉറപ്പോടെ പറയട്ടെ. 2013 ജീവിതത്തിൻ്റെ പല പല വിഷയങ്ങളിലും ഇനിയും നടത്താൻ കഴിവുള്ളവൻ്റെ കരം കാണുന്ന വർഷമാണ്. അവൻ്റെ കരം കാണുന്ന വർഷമാണെന്ന് വിശ്വസിച്ച് അവനെ ആരാധിച്ച്, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തി സ്തുതിക്കുമെന്ന് പറഞ്ഞ് അവനെ ആരാധിക്ക്. നിനക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ളവനുണ്ടെന്ന് മനസ്സിലാക്ക്. നിന്റെ വിഷയം കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനുണ്ടെന്ന് മനസ്സിലാക്ക്. നിന്റെ കല്ല് ഉരുട്ടാൻ കഴിവുള്ളവനുണ്ടെന്ന് മനസ്സിലാക്ക്. മറ്റാർക്കും കഴിയത്തില്ലെങ്കിലും കഴിവുള്ളവനുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് കഴിയാത്തതിനെ കഴിയൽ സാധ്യമാക്കുന്ന ദൈവകൃപ വിശ്വാസ കണ്ണുകൊണ്ട് ഞങ്ങൾ കാണുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഒരു കാര്യം നിങ്ങൾ ചെയ്തോണം, നിരാശപ്പെടരുത്. നെവർ ബിക്കം ഡിസപ്പോയിന്റഡ്. ഹല്ലേലൂയ. ഒരിക്കലും നിങ്ങൾ ആമേൻ ഡിസപ്പോയിൻറ്റഡ് ആവരുത്. എന്തൊക്കെ സംഭവിച്ചാലും. ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് അതിനെന്ത് ചെയ്യുന്നറിയാമോ? ചില നല്ല പാട്ടുകൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കുളിമുറി കയറുന്ന പഠിക്കും. കൂടെ പാടാനാണ് ഞാൻ പറഞ്ഞത്. കുളിമുറി കയറി കിടുമ്പോൾ പാടാൻ പറഞ്ഞെന്നറിയാമോ? കൂടെ പാടാൻ ചിലപ്പോൾ വീട്ടുകാർ കാണത്തില്ല. നീ പാടുന്ന പാട്ട് അർത്ഥം മനസ്സിലായി കൂടെ പാടാൻ മക്കൾക്കോ ഭർത്താവിനോ ഭാര്യയ്ക്കോ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തോണം? ഒറ്റയ്ക്കിരുന്ന് പാടിക്കോണം. എന്താ ചില പാട്ടെന്നറിയാം, ചില പാട്ടിൽ 1-2 പാട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ വരികൾ മാത്രം എടുത്തിട്ട് ഹല്ലേലൂയ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. കാർമേഘത്തിനുള്ളിൽ ഞാൻ മിന്നും സൂര്യശോഭ കാണും, കാർമേഘത്തിനുള്ളിൽ ഞാൻ മുന്നും സൂര്യശോഭ കാണും. പരപരമേശ വരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. നിന്റെ മുഖശോഭ മൂലം എൻ്റെ ദുഃഖം തീർന്നു പോകും. നിന്റെ മുഖശോഭ മൂലം എൻ്റെ ദുഃഖം തീർന്നു പോകും. പരപരമേശ വരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ രക്ഷാസ്ഥാനം. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖം ഒന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്ക് ഒന്നുമില്ല. പരപരമേശ വരമരുളി
രക്ഷാസ്ഥാനം. നിന്റെ എല്ലാ നടത്തിപ്പും എൻ്റെ ഭാഗ്യനിറവല്ലോ. നിന്റെ എല്ലാ നടത്തിപ്പും എൻ്റെ ഭാഗ്യനിറവല്ലോ. പരപരമേശ രക്ഷാസ്ഥാനം. അപ്പം പ്രൈസ് ഗോഡ്. ആരും കൂട്ടില്ലെങ്കിൽ ഒറ്റയ്ക്ക് ബാത്റൂമിൽ ഇരുന്നാലും വേണ്ട ഉറക്ക പാടണം. കാർമേഘത്തിനുള്ളിലും സൂര്യൻ്റെ മിന്നുന്ന ശോഭ ഞാൻ കാണും. എവിടെയെന്നറിയാമോ? കാർമേഘത്തിൻ്റെ അറ്റത്ത് നോക്കിയാൽ മതി. ഹല്ലേലൂയ. ഒരു മേഘം ഇങ്ങോട്ട് വരുമ്പം സൂര്യനെ മറച്ചെന്നിരിക്കും. പക്ഷേ അതിൻ്റെ പുറത്ത് നോക്കിയാൽ വീണ്ടും കാണാൻ വെളിച്ചം. നിൻ്റെ ജീവിതത്തിൽ കാർമേഘം വന്ന ദിവസങ്ങൾ മുന്നിൽ വന്നാലും സൂര്യൻ്റെ ശോഭ കാണുവാൻ സഹായിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മാത്രമല്ല ഓരോ ദിവസവും ദൈവം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഈ ഒരു പാട്ടിൻ്റെ ഒരു അടിയിൽ പാടിയേ കിടക്കാവൂ. എന്നറിയാമോ? നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. 2013 ഇങ്ങനെയുള്ള വലിയ പ്രത്യാശ കൊണ്ട് നിറയുന്ന ജനത്തിന് പറയുവാൻ സാധിക്കും, പ്രൈസ് ഗോഡ്, ഒന്നിനും മുട്ടില്ലാതെ എൻ്റെ ദൈവം നടത്തും. ഹല്ലേലൂയ. പിന്നെ ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അടുത്ത 10-ാം വാക്യം. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അടുത്ത സമാനമായ വാക്യമാണ് ഒരു നന്മയ്ക്കും. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നവരാണോ? ഒരു നന്മയും ദൈവം മുടക്കുകയില്ല. 84-ാം സങ്കീർത്തനം അവസാന വാക്യം. 84-ാം സങ്കീർത്തനം അവസാന വാക്യം 11. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. എത്രാമത്തെ വാക്യമാണ്? 11. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. നന്മ മുടക്കാത്തൊരു ദൈവമുണ്ടെന്ന് എത്ര പേർക്ക് ഈ വാക്യങ്ങൾ കൂടെ മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്. 2012 നടത്തിയതിനേക്കാൾ ജയോത്സവമായി 2013 നടത്തും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി അടുത്ത വാക്ക് ദൈവത്തിന് സ്തോത്രം. 19-ാം വാക്യം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. എല്ലാറ്റിൽ നിന്നും. സമാനമായ മറ്റു വാക്കാണ് എല്ലാറ്റിൽ നിന്നും. എന്ത് വിഷയം വന്നാലും എൻ്റെ ദൈവം എന്നെ വിടുവിക്കാൻ മതിയായവനാണ്. എല്ലാറ്റിൽ നിന്നും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി 20-ാം വാക്യം. അവന്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല. അടുത്ത വാക്ക് ഒന്നും. 100 എണ്ണം നിരത്തി വെച്ചു. അസ്ഥി ഒരു ചരിത്രത്തോടെ ഞാൻ മറന്നു. എനിക്ക് 260 256 മറ്റാണ് തോന്നുന്നു. ഇത്ര അസ്ഥികളിൽ ഒരെണ്ണം പോലും എന്ത് ചെയ്യത്തില്ല, ഒടിയത്തില്ല. നീ പരാജയപ്പെടത്തില്ല. ഒരൊറ്റ വിഷയത്തിൽ പോലും നീ പരാജയപ്പെടുവാൻ സമ്മതിക്കാത്തൊരു മഹാദൈവത്തിൻ്റെ കരുണ ഇന്ന് പകൽക്കാലം നിനക്കുണ്ടെന്ന് മനസ്സിലാക്കി അവനെ ശക്തിയോടെ ആരാധിക്കുക. ഒരു നന്മയ്ക്കും കുറവില്ലാതെ ദൈവം നിന്നെ നടത്തും. പത്താമത്തേത് 22-ാം വാക്യം. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. എന്ത് ചെയ്യുന്നു? ശിക്ഷ അനുഭവിക്കുകയില്ല. അവനെ ശരണമാക്കുന്നവരാരും. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ദൈവത്തെ ശരണമാക്കിയവർ എത്ര പേരുടെ ഉണ്ട്? പ്രൈസ് ഗോഡ്. ആർക്കും ധൈര്യത്തോടെ പറയാം, എനിക്ക് ശിക്ഷ വരത്തില്ല. ആരാ പറയുന്നറിയാം? ദൈവമാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ കുറവുകളെ ക്ഷമിക്കുന്ന ദൈവം, നിന്റെ പാപങ്ങളും നിന്റെ കുറവുകളും നിന്റെ തെറ്റുകളും ക്ഷമിക്കുന്ന ദൈവം. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കത്തില്ല. ഹല്ലേലൂയ. മനുഷ്യനെ വേട്ടയാടുന്ന ഏറ്റവും വലിയ പ്രയാസമുള്ള വിഷയം എന്തെന്നറിയാമോ? എൻ്റെ തെറ്റുകൾ, എൻ്റെ കുറ്റങ്ങൾ, എൻ്റെ കുറവുകൾ. എൻ്റെ ദൈവമേ, എന്നെ നശിപ്പിക്കാനായി എൻ്റെ പുറകെ ശത്രു വരുമ്പോൾ നീ അവൻ്റെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നിന്റെ ധൈര്യം കെടുത്തുന്ന വിഷയം എന്നാണെന്നറിയാമോ? നീ ചെയ്ത തെറ്റുകളാണ്.
മനസ്സിലായി? നമ്മുടെ ധൈര്യം കെടുത്തുന്ന വിഷയം പുറകെ വരുന്ന ശത്രുവല്ല, നമ്മൾക്ക് പറ്റിപ്പോയ തെറ്റുകളാണ്, നമ്മൾക്ക് പറ്റിപ്പോയ കുറവുകളാണ്, നമുക്ക് വന്നുപോയ വീഴ്ചകളാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. അറിയാമോ? ശത്രു അല്ല. കാരണം മരണം പുറകെ വന്നാലും, ആമേൻ, നമുക്കൊരു വാക്യമുണ്ട്, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കും യഹോവയ്ക്കുള്ളത്. പ്രൈസ് ഗോഡ്. ആ വാക്യം അറിയാവുന്നവന് ദൈവത്തെ സ്തോത്രം. മരണത്തെ പേടിയുണ്ടോ? മരണത്തെ പേടിയില്ല. അവനറിയാം, എൻ്റെ ദൈവത്തെ ഞാൻ വിളിച്ചാൽ ഇപ്പോൾ മരണദൂതൻ തിരികെ പോയിരിക്കും, മരണദൂതൻ എബൌട്ട് അടിച്ചിരിക്കും. ഹാലേലുയ. ഹിസ്കിയാവിൻ്റെ വാതുക്ക വരെ എത്തിയ മരണദൂതനെ, ഹാലേലുയ. ഹിസ്കിയാവ് എന്തെന്നറിയാമോ? ഹിസ്കിയാവിനോട് പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് സാധാരണ വ്യക്തിയല്ല, വന്നിട്ട് പറഞ്ഞു, നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്ക, നീ മരിച്ചു പോകും. ഇത് കേട്ട പ്രൈസ് ഗോഡ്, അയ്യോബത്തൊന്ന് നെഞ്ചത്തിടിച്ച് അവൻ നാട്ടുകാരെയും വീട്ടുകാരെയും വിളിച്ചു കൂട്ടാനല്ല ഹിസ്കിയാവ് ശ്രമിച്ചത്. രാജാവായ ഹിസ്കിയാവ് ചെയ്തത് മുഖം ചുമരിനോട് അങ്ങോട്ട് തിരിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവേ, ഞാൻ നിൻ്റെ മുമ്പിൽ ഏകാഗ്രതയോടുകൂടി നടന്നിരിക്കുന്നുവെന്ന് ഓർക്കണം. പ്രൈസ് ഗോഡ്. ഞാൻ നിന്നെ സ്നേഹിച്ചത് ഓർക്കണം, നിൻ്റെ കൂടെ നടന്നത് ഓർക്കണം, നിന്നിൽ ആശ്രയിച്ചത് ഓർക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ച്, അധികം നേരം ഒന്നും പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിച്ച് ആമേൻ പറയുന്നതിന് മുൻപ്, നീ മരിച്ചു പോകും, ഗ്രഹകാര്യം ക്രമത്തിലാക്കുക എന്ന് പറഞ്ഞ് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ യെശയ്യാ പ്രവാചകൻ കൊട്ടാരത്തിൻ്റെ നടുമുറ്റത്തെത്തുന്ന സമയത്ത് പ്രൈസ് ദി ലോർഡ്, സ്വർഗ്ഗത്തിൽ നിന്ന് ശബ്ദം കൊണ്ട് സ്റ്റോപ്പ്, നിൽക്കാൻ പറഞ്ഞു. പ്രവാചകൻ നിന്നു, തിരിച്ചു ചെല്ലാൻ പറഞ്ഞു. ഹല്ലേലൂയ. തിരിച്ചു ചെന്നു. ഹിസ്കിയാവിനോട് പറഞ്ഞു, ഇങ്ങനെ പറയാൻ പറഞ്ഞു, നിൻ്റെ കണ്ണുനീര് സ്വർഗം കണ്ടു, നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, നിൻ്റെ ആയുസിനോട് 1 2 15 വർഷം അങ്ങോട്ട് ആഡ് ചെയ്തിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ചിലത് ആഡ് ചെയ്യുന്നൊരു ദൈവമുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മ വ്യക്തമായി സംസാരിക്കുന്നു. നീ ഇല്ലായ്മയായി പോകും, നശിച്ചു പോകും, തീർന്നു പോകുമെന്ന് വിചാരിച്ച ചില വിഷയങ്ങളുടെ പുറത്ത് ഇന്ന് പകല് നിനക്ക് വേണ്ടി ചിലത് ആഡ് ചെയ്യുന്ന, ചിലത് കൂട്ടിച്ചേർക്കുന്ന സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി സ്തോത്രം ചെയ്തവനെ ആരാധിക്കുക. ഇല്ല, തീരത്തില്ല. ബുദ്ധി നിന്നോട് പറയും. എന്തു പറയും? കലത്തിലെ മാവ് തീരും, ഭരണിയിലെ എണ്ണ കുറയും. പ്രൈസ് ഗോഡ്. ബുദ്ധി പറയും. കാരണം നീ അന്ന് വരെ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. കലത്തിൽ നിറച്ചു മാവ് കിടന്നാലും ഓരോ പ്രാവശ്യം എടുത്ത് അപ്പം ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ കലത്തിലെ മാവ് കുറഞ്ഞു വരും. ഭരണിയിലെ എണ്ണ ഓരോ അപ്പത്തിന്മേൽ പൂശി മുന്നോട്ട് പോകുമ്പോൾ എണ്ണ വറ്റി വരും. ഇത് നിൻ്റെ കണ്ണുകൊണ്ട് നീ കണ്ടിട്ടുള്ളതാണ്, അനുഭവത്തിലുള്ളതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പക്ഷേ നിൻ്റെ കണ്ണിനെ നീ വിശ്വസിക്കണ്ട, നിൻ്റെ അനുഭവത്തെ നീ വിശ്വസിക്കണ്ട. നീ വിശ്വസിക്കാൻ കൊള്ളാവുന്ന എന്തുണ്ട്? ദൈവവചനം. നിന്റെ ദൈവം നിന്നോട് സംസാരിച്ചത് വിശ്വസിക്കാൻ സാധിക്കുമോ? ഞാൻ നിന്റെ ആയുസിനോട് 15 സംവത്സരം കൂട്ടുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കുറഞ്ഞുപോയ ചിലതിനെ കൂട്ടിത്തരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ചില ശമ്പളങ്ങൾ കൂട്ടിത്തരും, ചില വരുമാനങ്ങൾ കൂട്ടിത്തരും, ചില അനുഭവങ്ങൾ കൂട്ടിത്തരും, ചില മാർക്കുകൾ കൂട്ടിത്തരും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മ വ്യക്തമായി സംസാരിക്കുന്നു. ചില വരുമാനങ്ങൾ കൂട്ടിത്തരും, ചില ശമ്പളങ്ങൾ കൂട്ടിത്തരും, ചില മാർക്കുകൾ കൂട്ടിത്തരും, ചില ആരോഗ്യങ്ങൾ കൂട്ടിത്തരും, ചില സമാധാനങ്ങൾ കൂട്ടിത്തരും, ചില സന്തോഷങ്ങൾ കൂട്ടിത്തരും, ചില അനുഗ്രഹങ്ങൾ കൂട്ടിത്തരും, ചില അനുഭവങ്ങൾ കൂട്ടിത്തരും. എല്ലാം കൂട്ടിത്തരുന്ന ഒരു ദൈവകൃപ ഇന്ന് പകൽക്കാലം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റെടുക്കുന്നവർ ആരാധിച്ചാട്ട്, ശക്തിയോടെ ആരാധിക്കാം. ഇന്ന് പകൽക്കാലം ചിലത് ദൈവം ഗ്രാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. God is going to grant certain things in addition to whatever you have. ഉടബല ഹദലക ജലബല ദലബല ഹത്തല ബൗഡക ജഗരക ജനബ രകട ദകര ദനബ ദകല ജലബൽ ഖൗത തർക്കർ തൽക്കർ തൗറ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയ വിഷയങ്ങൾ വീണ്ടും കൂട്ടിക്കൊടുക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് സാധിക്കുമല്ലോ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറയുന്നതേ, ദൈവത്തിന് ചിലത് വെട്ടിക്കളഞ്ഞതല്ല, വെട്ടിയത് ദൈവം സ്തോത്രം നീ കണ്ടതാണ്, ശരിയാണ്. ചിലത് വെട്ടിയത് കണ്ടതാണ്. എന്നിട്ട് അതിൻ്റെ മീതെ കൂടെ എഴുതുന്ന പരിപാടിയുണ്ട്. അതിനെ അങ്ങ് മാസ്ക് ചെയ്തിട്ട് ദൈവം സ്തോത്രം ഹല്ലേലൂയ വീണ്ടും എഴുതുന്ന പരിപാടിയുണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, എൻ്റെ ദൈവത്തിൻ്റെ പരിപാടി എന്നറിയാമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവനെന്താ ചെയ്യാൻ പോകുന്നറിയാമോ? ആമേൻ.
അവൻ ആ പേപ്പർ അങ്ങ് വലിച്ചു കീറും. എഴുതിയത് വെട്ടുകയല്ല, പേപ്പർ അങ്ങോട്ട് വലിച്ചു കീറി എഴുതാൻ തുടങ്ങും. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം വരെ എഴുതിയത് പ്രൈസ് ഗോഡ് ഇനി ബാധകമല്ല, ഇനി പുതിയ പേപ്പറിൽ എഴുതാൻ പോവുക. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ നാളുകളിൽ എഴുതിയതല്ല, അതിനപ്പുറത്ത് മറ്റു ചിലവ് പുതുക്കി എഴുതുവാൻ ദൈവത്തിൻ്റെ വിരല് കൊണ്ട് എഴുതിയ കൽപ്പലക പോലെ നിന്റെ ജീവിതത്തിൽ ചിലത് പുതുക്കി എഴുതാൻ കഴിയുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ഇന്ന് ആമേ നിനക്ക് അനുകൂലമായി നീങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഇത് 10 വാക്കുകളും കൂടെ എടുത്തുള്ള പ്രയോഗം നമ്മൾ വായിച്ചാൽ അതിനെ ദൈവത്തിന് സ്തോത്രം ചില വാക്യങ്ങളിൽ മാത്രം ഞാനൊന്ന് വായിച്ച് മുമ്പോട്ട് പോകാനായിട്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് നമ്മൾ വായിക്കാൻ പോകുന്നത് 5-ാം വാക്യമാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാകാനായിട്ടുള്ള ചില ടിപ്സാണ് വരുന്നത് കേട്ടോ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, യേശുവിലേക്ക് നോക്കിയവർ. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നിന്റെ സകല പ്രശ്നത്തിന് പരിഹാരം യേശുവിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വേറെ എനിക്ക് ഒരിടത്തും പോകണ്ട, എൻ്റെ യേശു മതി, എൻ്റെ യേശു മാത്രം മതി. വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. നിന്റെ വിഷയം എന്തുമാകട്ടെ, യേശുവിന് പരിഹരിക്കാൻ കഴിയാത്ത വിഷയമില്ല, യേശുവിന് ചെയ്യാൻ കഴിയാത്ത വിഷയമില്ല, യേശുവിനെ സഹായിക്കാൻ കഴിയാത്ത വിഷയമില്ല. ഇന്ന് പകൽക്കാലം അതെ, യേശു തന്നെ നിന്നെ സഹായിക്കാൻ പോകുകയാണ്. വിശ്വാസത്തോടെ ഞാൻ പറയുന്നതൊന്ന് ഏറ്റു പറയാമോ? പറയാൻ പറ്റുന്നൊരു കൈ വയ്ക്കട്ടെ. എന്നിട്ട് ഞാൻ പറഞ്ഞ് എത്ര ഉറക്കെ പറയാമോ അത്രയും വേഗത്തിൽ ഉറക്കെ പറഞ്ഞാണ്. യേശുവിന് സഹായിക്കാൻ കഴിയാത്ത വിഷയമില്ല. ചിലർ കൈ ഉയർത്താതെ പറയുന്നിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു പറയണം ഉണ്ടായിരുന്നു വെച്ചാൽ മതി. യേശുവിന് സൗഖ്യമാക്കാൻ കഴിയാത്ത രോഗമില്ല, യേശുവിന് വിടിവിക്കാൻ കഴിയാത്ത പ്രശ്നമില്ല. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ യേശുവിന് സകലതും കഴിയും. ഇന്ന് പകല് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് ചില കൈ താത്തിട്ട് പറഞ്ഞ് എനിക്കറിയത്തില്ല, ഞാൻ പിന്നെ ചോദിച്ചോളാം. ജീവിതത്തിൽ ദൈവം വല്ലതും ചെയ്യാൻ തോന്നണം പാടുള്ളൂ, അങ്ങ് ചാടി പിടിച്ചോണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. യേശുവിന് ചെയ്യാൻ കഴിയാത്ത വിഷയമില്ല, യേശുവിന് മാറ്റാൻ കഴിയാത്ത രോഗമില്ല. ഇന്നിവിടെ വർഷിപ്പ് ലീഡ് ചെയ്ത ക്യാപ്റ്റൻ ടിറ്റി മാത്യൂസ് ഇന്ന് എഴുന്നേറ്റ് പറഞ്ഞു. അദ്ദേഹത്തെ നിങ്ങൾ കണ്ടതാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നിട്ടുണ്ട്, എപ്പോഴും നമുക്ക് കിട്ടുന്ന പാർട്ടികളല്ല. ഷേബ. ഏത് വർഷമായിരുന്നു ആക്സിഡൻറ്റ്? 1993. അടുത്ത വർഷം 20 വർഷം തികയുക. ഇരുന്നാട്ടെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്ത വർഷം 20 വർഷം തികയുക. ഇദ്ദേഹം ഇന്ത്യൻ നേവിയിലൊരു ക്യാപ്റ്റനാണ്. പ്രൈസ് ഗോഡ്. അദ്ദേഹത്തിന് വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞാൽ ഹീസ് എ പൈലറ്റ്, ഹീസ് എ മറൈൻ എഞ്ചിനീയർ, ഹീസ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ. പ്രൈസ് ഗോഡ്. താൻ ഓടിച്ചുകൊണ്ടിരുന്ന വാഹനം ഒരു ഫിയറ്റ് കാറ് ചെങ്കൽപ്പെട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് എതിരെ വന്ന തിരുവള്ളുവർ ട്രാൻസ്പോർട്ടുമായിട്ട്, തമിഴ്നാടിൻ്റെ ട്രാൻസ്പോർട്ട് ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചു, നേരിടിച്ചു. തൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന മാതാവിൻ്റെ തൻ്റെ കസിൻസ്, അങ്ങനെ ദൈവ സ്തോത്രം, തൻ്റെ പ്രൈസ് ഗോഡ് ഹാൽ. ഇവിടെ ചർച്ചിൽ നമ്മുടെ കൂടെ ആരാധിക്കുന്ന സാറാക്കുട്ടി ചേച്ചിയുടെ ഹസ്ബൻഡ് മകൻ, സാറാക്കുട്ടി ചേച്ചി ഈ സഹോദരിയുടെ ഹസ്ബൻഡ് മകൻ, പ്രൈസ് ഗോഡ് ഹാൽ. ഇരുന്നാട്ടെ. ആ കാറിൽ 2 പേര് ഓൺ ദ സ്പോട്ട് മരിച്ചു. ബാക്കിയുള്ളവരെല്ലാം പരിക്ക് പറ്റി. സാറാക്കുട്ടി ചേച്ചിയുടെ മകന് പരിക്ക് പറ്റിയില്ല. ക്യാപ്റ്റൻ ടിറ്റി മാത്യൂസിൻ്റെ മാതാവ് പത്തവാരികൾ റിബ്സ് ഒടിഞ്ഞ് ലങ്സിൽ കുത്തിക്കയറി, ശരീരത്തിൽ ഒരു വശത്തെ ബോൺ മുഴുവനും ഒടിഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. വിജയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അന്ന് ടിറ്റി മാത്യൂസ് ലെഫ്റ്റനൻറ്റ് കമാൻഡറാണ്. തന്നെ നേവൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ബാംഗ്ലൂർ. പ്ലെയിനെ കൊണ്ടുപോയി. ഡോക്ടർമാർ വിധി എഴുതി, രക്ഷപ്പെടാൻ സാധ്യതയില്ല. ലങ്സ്, ലിവർ, കാലിൻ്റെ ചിരട്ട ഇതെല്ലാം തകർന്നു. ഡോക്ടർമാർ പറഞ്ഞു രക്ഷപ്പെടത്തില്ല. അമ്മ കോമയിൽ കിടക്കുകയാണ്, 17 ദിവസം കോമയിൽ.
3 പ്രാവശ്യം ക്ലിനിക്കലി ഡെഡ് എന്ന് ഡിക്ലെയർ ചെയ്തു. പക്ഷേ അന്ന് യേശുവിൽ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇന്ന് ഇവിടെ ഈ ആരാധന ലീഡ് ചെയ്ത് ദൈവത്തെ സ്തുതിക്കുമെന്ന് ദൈവം അന്ന് കണ്ടു. പ്രൈസ് ഗോഡ്. സംഭവിച്ച് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. ഞാൻ ഓഫീസ് ആവശ്യത്തിന് വേണ്ടി മദ്രാസിൽ ചെന്ന് KJ ഹോസ്പിറ്റലിൽ ശോശാമ്മ ടീച്ചർ മദർ കിടക്കുന്ന ഹോസ്പിറ്റലിൽ ചെന്ന് പെർമിഷൻ 2 മിനിറ്റ് കയറി കാണാൻ ICUവിൽ പെർമിഷൻ മേടിച്ച് അകത്ത് കയറി പ്രാർത്ഥിച്ചു. ആ നിമിഷം ബോധം വന്നു. തീർന്നില്ല. പുറത്തിറങ്ങിയപ്പോൾ ടിറ്റിയുടെ സിസ്റ്റർ പറഞ്ഞു, ഇന്ന് അമേരിക്കയിലുണ്ട്, ഓപ്പറേഷൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞു, പക്ഷേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പനി. പ്രൈസ് ഗോഡ്. ലിവർ ഓപ്പറേഷൻ ചെയ്യണം, ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു പനി മാറുന്നില്ല, കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ നിമിഷം അതിന് പരിഹാരമുണ്ടായി. തീർന്നില്ല. ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ മെഡിക്കൽ ബോർഡ് ഡോക്ടർമാർ തന്നോട് പറഞ്ഞു, ലഫ്റ്റനന്റ് കമാൻഡർ ടിറ്റി മാത്യൂസ്, ഇനി ഒരു കാലത്ത് നിങ്ങളൊരു പൈലറ്റായിട്ട് വിമാനത്തിൻ്റെ കോക്പിറ്റിലിരുന്ന് പറപ്പിക്കത്തില്ല. നിങ്ങളുടെ ശരീരത്തിൽ അതുപോലെ ക്ഷതങ്ങൾ ഏറ്റുകഴിഞ്ഞു. ആദ്യത്തെ ദിവസം ഇതുപോലെ ഫേസ് സിറ്റിൽ ആരാധനയ്ക്ക് കയറി വരുമ്പോൾ, ഒരു വടിയും കുത്തി കയറി വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ ഇനിയും വിമാനം പറപ്പിക്കും. പ്രൈസ് ഗോഡ്. ഇപ്പോഴും പൈലറ്റാണ്. ഹല്ലേലൂയ. ഈ അടുത്ത ദിവസം കൂടെ പ്ലെയിൻ പറപ്പിച്ചിട്ട് അവിടെ വന്നിരിക്കുന്നത്. മാതാവ് ജീവിച്ചിരിപ്പുണ്ട്. ആമേൻ. ഇന്ന് പകൽക്കാലം പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. 20 വർഷം കൊണ്ട് ദൈവം അവരെ പഠിപ്പിച്ചെടുത്തത് ഒരു ജീവനുള്ള ദൈവമുണ്ടെന്നുള്ള കാര്യമാണ്. ഇന്ന് പകൽക്കാലം നീ കട്ടത്തിൽ കൂടെ പോയാലും, ആപക്കടങ്ങളിൽ കൂടെ പോയാലും, ആപത്തുകൾ കൂടെ പോയാലും, ഡോക്ടർമാർ നിന്റെ മുഖത്ത് നോക്കി പറ്റത്തില്ലെന്ന് പറഞ്ഞാലും നടക്കുമെന്ന് പറയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ സേവിക്കാൻ ഏൽപ്പിച്ചു കൊടുക്ക്. നിന്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ കണ്ട് പേടിക്കല്ലേ, ഭാരങ്ങൾ കണ്ട് പേടിക്കല്ലേ, ദുഃഖങ്ങൾ കണ്ട് പേടിക്കല്ലേ. നിന്നെ സഹിക്കാൻ, നിന്നെ നടത്താൻ, നിന്നെ അനുഗ്രഹിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ കരം ഇന്ന് ചലിക്കാനിടയായാൽ ഇവിടെ വെച്ച് നിന്റെ സകല നഷ്ടങ്ങളെയും എന്നെ യേശു പരിഹരിക്കും. പ്രൈസ് ഗോഡ്. ഇന്നിവിടെ അതിഥികളായി വന്നിട്ടുള്ളവർ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇത്രയും ഘട്ടത്തിൽ നിങ്ങളിവിടെ കയറി വന്നിട്ടില്ല. ലങ്സും ലിവറും മുട്ടുമൊക്കെ തകർന്നവരായിട്ട് ഇന്ന് ഒരു കുഴപ്പവുമില്ല. മെഡിക്കൽ ബോർഡ് വിധി എഴുതി പ്ലെയിൻ പറപ്പിക്കത്തില്ല. അതേ ബോർഡ് വിധി എഴുതി ഫിറ്റാണെന്നോ. നിന്നെ ഫിറ്റല്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഫിറ്റാക്കുന്നൊരു ദൈവമുണ്ട്. ദാവീദേ, നിന്നെ രാജാവാകാൻ കൊള്ളത്തില്ലെന്ന് അപ്പനും അമ്മയും പറഞ്ഞാലും നിന്നെ രാജാവാക്കുന്നൊരു ദൈവമുണ്ട്. അവ എന്താണെന്നറിയാമോ? ആ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേൽ പകരുന്ന അഭിഷേകത്തിന്റെ ശക്തി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി, കുറവുകൾ തീർക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, കുറ്റങ്ങൾ തീർക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, വേദനകൾ മാറ്റുന്ന അഭിഷേകത്തിന്റെ ശക്തി, നഷ്ടങ്ങൾ മാറ്റുന്ന അഭിഷേകത്തിന്റെ ശക്തി, കഷ്ടങ്ങൾ മാറ്റുന്ന അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതുപോലെ ഇന്ന് ഈ പുൾപിറ്റിൽ വന്ന് ഇറങ്ങിപ്പോയ വേറൊരു ചെറുപ്പക്കാരനുണ്ട്, ഇവിടുത്തെ യൂത്ത് പാസ്റ്റർ സുരേഷ് എഴുന്നേറ്റിരുന്നേ. ഹല്ലേലൂയ. സുരേഷിൻ്റെ കണ്ണ് പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞത് വളരെ അത്യപൂർവമായ, നമ്മൾ അപൂർവങ്ങളിൽ അപൂർവമായ കൊലക്കേസെന്ന് എന്ന് പറഞ്ഞാൽ അത്യപൂർവമായ ഒരു പ്രശ്നമാണ്. അവൻ ചില നാളുകൾ കഴിയുന്നതിന് മുമ്പ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വന്നു, പ്രാർത്ഥനയ്ക്ക് വന്നു. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞു ദൈവവചനം വായിക്കാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു വായിച്ചാൽ പെട്ടെന്ന് കാഴ്ച പോകുന്ന. ഞാൻ പറഞ്ഞു അതിന് വായിച്ചു പോട്ടെ, ദൈവവചനം വായിച്ചിട്ട് കാഴ്ച പോയാൽ ഞങ്ങൾ പോട്ടെ. പ്രൈസ് ഗോഡ്. വായിക്കാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. 16 ദിവസമേ വായിച്ചുള്ളൂ. 16ാം ദിവസം നോക്കിയപ്പോൾ കണ്ണ് ശരിയായിരിക്കുക. ഇന്ന് പകൽക്കാലം ദൈവവചനത്തിന് നിന്നെ വിടുവിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ സാധിക്കും. നിങ്ങൾ സ്തോത്രം ചെയ്ത് ആരാധിക്ക്, കരമടിച്ച് ആരാധിക്ക്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. തിരുവല്ലായിൽ നിന്നൊരു പയ്യനിവിടെ വന്നു, വയലത്തറ അവറാച്ചാൻ്റെ കൊച്ചുമകൻ പ്രിൻസ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പരീക്ഷ എഴുതാൻ ടീച്ചർമാർ സമ്മതിച്ചില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവർ പറഞ്ഞു നീ പരീക്ഷ എഴുതേണ്ട, ഞങ്ങളുടെ സ്കൂളിൽ നാണക്കേടാണ്, 100% മാർക്ക് കിട്ടുന്ന സ്കൂളാണ്, പാസ്സുള്ള സ്കൂളാണ്, ഇവിടെ നിന്നെ പരീക്ഷ എഴുതിച്ചാൽ ഞങ്ങൾക്ക് നാണക്കേടാണ്, പരീക്ഷ എഴുതണ്ട. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒടുക്കം അവൻ്റെ അപ്പൻ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്റർ ബിജുവിനോട് പറഞ്ഞു ചെന്ന് ഹെഡ് മാസ്റ്ററെ കണ്ടു പറ, ഇവനെ പരീക്ഷയ്ക്ക് ഇരുത്തിയേ പറ്റൂ, ഇവൻ ജയിച്ചിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞപ്പോൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞതെന്നറിയാമോ? ഇവൻ പരീക്ഷയ്ക്കെങ്ങാനും പാസ്സായ പമ്പാ നദി കിഴക്കോട്ട് ഒഴുകുമെന്ന് പറഞ്ഞു. പക്ഷേ നിർബന്ധിച്ച്, കാല് പിടിച്ച്, നിർബന്ധിച്ച്, ഭീഷണിപ്പെടുത്തി, എങ്ങനെയൊക്കെയെന്ന് അറിയത്തില്ല, പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സായി.
ആരെന്തൊക്കെ പറഞ്ഞാലും എഴുതി തള്ളിയാലും ദൈവം നിന്നെ എഴുതി തള്ളാത്തോടത്തോളം കാലം, നിന്റെ ദൈവം നിന്നെ എഴുതി തള്ളാത്തോടത്തോളം കാലം പേടിക്കണ്ട, പേടിക്കണ്ട. നിന്നെ ഉയർത്തുന്ന ദൈവമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പ്രവചനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ഒന്നിച്ചുകൂടി നിന്നോട് സംസാരിച്ച വചനപ്രകാരം നിന്നെ ഉയർത്തുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരു വലിയ സ്തോത്രം പറഞ്ഞാട്ട്. അനുഭവങ്ങൾ ഒത്തിരി പറയാനുണ്ട്, ഒത്തിരി പറയാനുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ എല്ലാ റിസൾട്ട് എന്നാണെന്നറിയാമോ? ഹല്ലേലൂയ. നമ്മുടെ ഷാജൻ, വേറെ ഷാജൻ ഒന്ന് എഴുന്നേറ്റ് വന്നേ, പാട്ട് പറഞ്ഞു ഇങ്ങോട്ട് വന്നേ. പ്രൈസ് ഗോഡ്. ഷാജൻ, ഈ ഷാജനാണ് ഞാൻ എവിടെയോ അടുത്തിടെ പറഞ്ഞു, ഒരു KSFയിൽ ഒരു ചിട്ടി ചേർന്നു. ചിട്ടി വിളിക്കാൻ ചെന്നപ്പോൾ വിളിക്കാൻ മത്സരക്കാരുണ്ട്. വിവരിച്ച് പറയാൻ നേരം മത്സരക്കാർ ഒത്തിരി ഉണ്ട്. പ്രൈസ് ഗോഡ്. സമയമാകുമ്പോൾ കൃത്യത്തിന് ചിട്ടി വിളിച്ചേ പറ്റൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പക്ഷേ അവർ കുറച്ച് നേരത്തെ മുമ്പ് ചായ കുടിക്കാൻ പോയി. ചായ കുടിക്കാൻ പോയിട്ട് അവർ തിരിച്ചു വന്നില്ല. ചിട്ടി വിളിച്ചു കഴിഞ്ഞ് അവർ കയറി വന്നു. നോക്കിയിട്ട് പറഞ്ഞു സമയമായില്ലെന്ന് പറഞ്ഞു. എന്തായിരുന്നു സംഭവിച്ച ചായ? അത് പറ അതിൽ കൂടെ. അവരുടെ ഒരാളുടെ വാച്ച് നോക്കിയാണ് അവർ ചായ കുടിക്കാൻ പോയത്. അത് വളരെ സ്ലോ ആയിരുന്നു. അതുകൊണ്ട് ടൈമായപ്പോൾ അവിടുത്തെ മാനേജർ ചിട്ടി എടുത്തു. മറ്റെല്ലാവരും പുറത്തു പോയി എന്ന് വേറൊരാൾ പറഞ്ഞപ്പോൾ പറ്റത്തില്ല, ഞങ്ങൾ കൃത്യസമയത്ത് ചിട്ടി എടുക്കും. ആ ചിട്ടി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഫുൾ തുകയ്ക്ക് എനിക്ക് തരികയും ചെയ്തു. എന്നോട് പറഞ്ഞതനുസരിച്ച് സ്ലോ ആയിരുന്നു. നിന്നുപോയോ വാച്ച്? വാച്ച് നിന്നുപോയെന്നല്ലേ പറഞ്ഞു? ഒരാളുടെ വാച്ച് നിന്നുപോയെന്നല്ലേ? ഒരാളുടെ വാച്ച് നിന്നുപോയി. അതെന്താ പറയാ? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരാളുടെ വാച്ച് നിന്നുപോയി, അത് വെച്ചാൽ അവർ വന്നത്. അത് പറയുന്നില്ല. എന്നാ ഷാജായി ഇവരൊക്കെ പറഞ്ഞ് ഞാൻ മറക്കില്ല. അതാ പ്രശ്നം. ചിട്ടി വിളിക്കാൻ വന്നവൻ്റെ വാച്ച് നിന്നുപോയി. സൂര്യനെ നിർത്തിയ ദൈവത്തിനാണ് വാച്ച് നിർത്താൻ പാട്. ചന്ദ്രനെ നിർത്തിയ ദൈവത്തിനാണ് വാച്ച് നിർത്താൻ പാട്. പക്ഷെ നമ്മൾ മറന്നുപോകും, അതാ കഷ്ടം. ദൈവം നല്ലവനാണെന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? അതിൻ്റെയൊക്കെ ഗുണം ഞാൻ പറയാം. പക്ഷെ അതിനിത് മറക്കാൻ കാര്യം വെച്ചാൽ വേറൊരു പുസ്തകം പബ്ലിഷ് ചെയ്യാനായിട്ട് ഇന്ന് വന്നേക്കുന്നത് അതിൻ്റെ ജ്വരത്തിയിരിക്കുക. ദൈവം ചെയ്തത് മറക്കാതിരുന്നാലേ അടുത്തത് ദൈവം ചെയ്യത്തുള്ളൂ. ഷാജ ഒന്ന് വന്നേ. പ്രൈസ് ഗോഡ്. ഈ ഒരു പുസ്തകം ഇന്ന് പബ്ലിഷ് ചെയ്യാൻ കൊണ്ടുവന്നേക്കുക. ഈ പുസ്തകത്തിൻ്റെ പേര് ഹൃദയം നുറുങ്ങിയവർക്ക്, ഇന്നത്തെ സങ്കീർത്തനത്തിൻ്റെ വാക്യം, ഹൃദയം നുറുങ്ങിയവർ യഹോവ സമീപസ്ഥൻ. ദൈവിക വാഗ്ദത്തങ്ങൾ. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവിക വാഗ്ദത്തങ്ങൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതിനകത്ത് ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും വായിച്ച് ബലപ്പെടാൻ ആവശ്യമായ ദൈവവചനത്തിൻ്റെ ഒരു കലവറയാണ്. പ്രൈസ് ഗോഡ്. സന്ദർഭങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ആത്മീക വളർച്ചയ്ക്കുള്ള വാഗ്ദത്തങ്ങൾ. 2, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ. ഏകാന്തതയിൽ ഭയപ്പെടുമ്പോൾ, കോപം വരുമ്പോൾ, നിർവികാരികളായി തെറ്റുകൾ പറ്റുമ്പോൾ, മറുതലിക്കുമ്പോൾ, കട്ടത വരുമ്പോൾ, നിരുത്സാഹപ്പെടുമ്പോൾ, മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ, പ്രശ്നം വരുമ്പോൾ, ആവശ്യ സമയത്ത് പ്രലോഭനം വരുമ്പോൾ, ക്ഷമിക്കാൻ കഴിയാതിരിക്കുമ്പോൾ. അത് പ്രത്യേകം വായിക്കണം കേട്ടോ. രോഗികളായിരിക്കുമ്പോൾ, സങ്കടം വരുമ്പോൾ, പ്രത്യാശ നഷ്ടപ്പെടുന്നവർ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാനത് പറയാൻ കാര്യം, ഈ 2012 ക്ഷമയോടെ പ്രവേശിക്കണമെന്ന് ദൈവാത്മാവ് കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ഷമയോടെ 2013 പ്രവേശിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, മറ്റുള്ളവരോട് ക്ഷമിക്കാതെ സാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ വാഗ്ദത്തങ്ങൾ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം. പ്രൈസ് ഗോഡ്. ഇനി നിങ്ങളുടെ ഭവനത്തിന് വേണ്ടിയുള്ള വാഗ്ദത്തങ്ങൾ. ഭാര്യമാർക്ക്, ഭർത്താക്കന്മാർക്ക്, മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, ദാമ്പത്യ പ്രശ്നങ്ങൾ, വിവാഹമോചനം, വിവിധ ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ. വിവാഹം, ബിസിനസ്, സാമൂഹ്യം, സഭ, സർക്കാർ, അവിശ്വാസികളായ കൂട്ടുകാർ, പിശാച്, സാത്താൻ, ദൈവത്തിൻ്റെ വിശ്വസ്തത, സഭയുടെ വിജയം, ദൈവത്തിൻ്റെ നീതി, പൂർണ്ണ സമാധാനം, ഉയർത്തെഴുന്നേൽപ്പ്, നിത്യതയെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ, നിത്യജീവൻ, നിത്യാവകാശം, സത്യസന്ധത, നിത്യമത്വം, നൈഷ്ഠാന്യ പദ്ധതി. ഇതെല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് പരിശ്രമിച്ച് ക്രോഡീകരിച്ച് മനോഹരമായിട്ട് ഒരു പുസ്തക രൂപത്തിൽ ഇറക്കി നിന്ന് ഇവിടെ ഷാജൻ പബ്ലിഷ് ചെയ്യുകയാണ്. ഞാൻ അതുകൊണ്ടാണ് ഷാജൻ്റെ കാര്യം ഓർത്തത്. പ്രൈസ് ഗോഡ്. ഇതുപോലെ ഒത്തിരി അത്ഭുതങ്ങൾ ഷാജിനെ കണ്ടിട്ടുണ്ട് അല്ലേ? ഒത്തിരി ഇല്ലേ? ഞാൻ പറയിപ്പിക്കുന്നില്ല, തിരിച്ച് പറയും, അതുകൊണ്ട് പറയിപ്പിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. ഒത്തിരി അത്ഭുതങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്കറിയാം. ഇന്ന് ഈ ബുക്ക് ഇവിടെ പബ്ലിഷ് ചെയ്യും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 2ാമത് ഇനി വേറൊന്നും പബ്ലിഷ് ചെയ്യാനുള്ളത്, ജയോത്സവ യാത്ര. നമ്മുടെ വർഷിപ്പ് ലീഡ് ചെയ്ത ക്യാപ്റ്റൻ ടിറ്റി മാത്യൂസ് എഴുതിയ ഫുട് പ്രിൻറ്റ്സ് ഓഫ് ഫെയ്ത്ത് അതിൻ്റെ 2ാമത്തെ വോളിയമാണ്. ആദ്യത്തെ വോളിയം ഇറക്കി, ഇത് 2ാമത്തെ വോളിയം. 2ാമത്തെ വോളിയം ഒരു MP3 ആയിട്ട് ഇറക്കി. 40 ട്രാക്കുകൾ ഇതിനകത്തുണ്ട്. താൻ എഴുതി ഗണം ചെയ്ത, ഇന്ന് പല സഭകളിലും പാടിക്കൊണ്ടിരിക്കുന്ന, സ്വദേശത്തും വിദേശത്തും പാടിക്കൊണ്ടിരിക്കുന്ന പല പാട്ടുകളും അടങ്ങിയ ഒരു പുസ്തകമാണ്, ഒരു MP3 ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞത് ദൈവമില്ലെന്ന് പറഞ്ഞ് നടന്ന ഈ ഷാജനെയും, ദൈവമില്ലെന്ന് പറഞ്ഞ് നടന്ന ഈ ക്യാപ്റ്റൻ ടിറ്റി മാത്യൂസിനെയും, ഇന്ന് ദൈവത്തിന് വേണ്ടി എഴുതുന്നവരും
ദൈവത്തിന് വേണ്ടി പാടുന്നവരുമാക്കി മാറ്റി. ഇത് അത്ഭുതമല്ലേ? അത്ഭുതമല്ലേ? എന്നെ ഒരു മടി എല്ലാവർക്കും അത്ഭുതമാണോ? ഇതിങ്ങ് പറയാം, ആദ്യം നേരത്തെ പറയുന്നല്ലേ. പ്രൈസ് ഗോഡ്, അത്ഭുതമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നിവിടെ അതിഥികളായി വന്നിട്ടുള്ളവർക്കും ഈ ദൈവം അത്ഭുതം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആമേൻ, ഹല്ലേലൂയ. ഇവരുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നത് ദൈവത്തിന് വേണ്ടി അവർ എഴുന്നേറ്റ് നിന്ന് കർത്താവ് എനിക്ക് മതിയായവനെന്ന് വിശ്വസിച്ച് ഏറ്റു പറഞ്ഞു. ഒരു കർത്താവിനെ രക്ഷിതാവ് സ്വീകരിച്ചു, കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു. പൈലറ്റ് ആകത്തില്ലെന്ന് പറഞ്ഞു, പൈലറ്റായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കുറി കിട്ടത്തില്ലെന്ന് പറഞ്ഞു, കുറി കിട്ടി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും കണ്ണ് കാണത്തില്ലെന്ന് പറഞ്ഞു, കണ്ണ് കാണാം. പ്രൈസ് ഗോഡ്. അങ്ങനെ അനവധി. കുഞ്ഞുങ്ങളുണ്ടാകത്തില്ലെന്ന് പറഞ്ഞു, കുഞ്ഞുങ്ങളുണ്ടായി. അനുഭവമുള്ളവരുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. 65 ദിവസത്തിനകം ചിലത് നടക്കുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച പലരും മറന്നുപോയെന്ന് എനിക്കറിയത്തില്ല. ചിലരൊക്കെ പറഞ്ഞെന്ന് കേട്ടു, ചിലരൊക്കെ അത് പറഞ്ഞില്ലെന്നും കേട്ടു. എനിക്കൊരു കുഴപ്പമില്ല. പ്രൈസ് ഗോഡ്. പറയാൻ ചിലർ എഴുതി തന്നത് പറയാൻ പറ്റിയില്ലെന്ന് കേട്ടു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം പറഞ്ഞത് അതുപോലെ ചെയ്യുന്ന ദൈവമാണെന്ന് എത്ര പേർക്കറിയാം? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത് ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യും. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ എന്നെ നടത്തിയ ദൈവം ഇനിയും എന്നെ നടത്തുമെന്ന് ഉറപ്പുള്ളവർക്കാരും വേണ്ടി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കാം. ഇന്ന് ഈ ആരാധനയ്ക്ക് ഒത്തിരി പേര് അതിഥികളായി വന്നിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമായത്. ഇന്ന് 2012 എങ്ങനെയൊക്കെ ആയിരുന്നു എനിക്കറിയത്തില്ല. എന്നാൽ 2013 നിങ്ങൾ വരവേൽക്കുന്നത് അനുഗ്രഹത്തോടെ ആയിരിക്കണം, സന്തോഷത്തോടെ ആയിരിക്കണം, സമാധാനത്തോടെ ആയിരിക്കണം, ഐശ്വര്യത്തോടെ ആയിരിക്കണം. അതിനുവേണ്ടിയ ദൈവം നിങ്ങളിവിടെ നിന്ന് കൊണ്ടുവന്നത്. ഈ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. നിങ്ങളോട് സംസാരിച്ചു, നിങ്ങളെ തൊട്ട് സംസാരിച്ചു, നിങ്ങളുടെ വിഷയങ്ങളെ തൊട്ട് സംസാരിച്ചു, ഹൃദയത്തെ തൊട്ട് സംസാരിച്ചു, നിങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു, തണുപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ദൈവസന്നിധിയിൽ എന്നെ ഞാൻ സമർപ്പിക്കുന്നു. 2013 എനിക്കൊരു അനുഗ്രഹത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ ദിവസമാക്കി മാറ്റണം, വർഷമാക്കി മാറ്റണം. മാത്രമല്ല, നമ്മൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ എഴുതിയതെല്ലാം കർത്താവേ, അതിനകത്ത് ദുഃഖമുണ്ട്, വേദനയുണ്ട്, അതിനകത്ത് നിരാശയുണ്ട്, അതിനകത്ത് കഷ്ടമുണ്ട്, അതിനകത്ത് സങ്കടങ്ങളുണ്ട്, അതിനകത്ത് മരണമുണ്ട്, അതിനകത്ത് ഹല്ലേലൂയ പ്രതികൂലങ്ങളുണ്ട്, അതിനകത്ത് പ്രയാസങ്ങളുണ്ട്, അതിനകത്ത് ശത്രുവുണ്ട്, അതിനകത്ത് രോഗമുണ്ട്, അതിനകത്ത് കടഭാരങ്ങളുണ്ട്, അതിനകത്ത് പ്രൈസ് ഗോഡ് തോൽവികളുണ്ട്. എന്നാൽ കർത്താവേ, നീ ആ കടലാസ് വലിച്ചു കീറിക്കളഞ്ഞ് ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ഒന്ന് എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ കരമുയർത്തിയാട്ട്. ഇന്ന് പുതുതായി വന്നവർക്ക് ആദ്യം ഞാൻ ചാൻസ് തരാൻ പോകുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നീ ഇന്നു മുതൽ ഒരു പുതുതായി ഒന്ന് എഴുതണം. ഞാൻ അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന മറുപടി തരണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തിയാട്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിന് ദൈവം എന്നെയും സമർപ്പിക്കുന്നു. അങ്ങനെ സഭയിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കരമുയർത്തിയാട്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഈ കരമുയർത്തിയവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വർഷത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച ഒരു പുതുക്കത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ എല്ലാവരും കൂടെ മുമ്പോട്ട് വരാൻ സാധിക്കത്തില്ല. എന്നാൽ ഹല്ലേലൂയ, ഇന്ന് ഞാനിവിടെ വന്നത് എനിക്കൊരു അനുഗ്രഹം പ്രാപിക്കാനാണ്. അങ്ങനെ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഉള്ളത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളവർക്ക്, പ്രതീക്ഷയുള്ളവർക്ക് മാത്രം ഇപ്പോൾ മുമ്പോട്ട് വരാം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഉടബല ഖതുനക ജനബല ഹത്തുല ബൗഡ ജാതീയ വംശീയ ഹല്ലേലൂയ പോരാട്ടങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ മുമ്പോട്ട് വന്നാട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്നൊരു പുത്തൻ അനുഭവത്തിൻ്റെ ദിവസം ഇവിടെ ആരംഭിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഭരണസമ്പന്നനായ ദൈവമേ, പ്രൈസ് ഗോഡ്. ഞാൻ പറയുന്ന പ്രാർത്ഥന ചൊല്ലിയാട്ട്. കർത്താവായിരിക്കുന്ന യേശുവേ, ഇന്ന് പകൽക്കാലം അവിടുത്തെ തീരുമാനത്തിൽ ഞാൻ അടുത്തു വരുന്നു. എന്നെ വിളിച്ച്, എന്നെ നടത്തി, എന്നെ പരിപാലിക്കണമേ. അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. 2013 പുത്തൻ അനുഭവത്തിൻ്റെ, പുത്തൻ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാക്കി തീർക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.
in the name of Lord Jesus. കർത്താവ് ദൈവമേ, ഈ സഹോദരിയുടെ ജീവിതത്തിൽ 2013 കഴിഞ്ഞ നാളുകളുടെ അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമായ മാറ്റങ്ങൾ വരുത്തി പുത്തൻ അനുഭവത്തിലേക്ക് തീർക്കണമേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഈ കരമുയർത്തിയിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കെട്ടുകളും ബന്ധനങ്ങളും അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറട്ടെ. ഈ കരമുയർത്തിയിരിക്കുന്ന നിന്റെ മക്കളുടെ മേൽ അവരുടെ അനുഗ്രഹങ്ങളെ പിടിച്ചു വച്ചിരിക്കുന്ന പാരമ്പര്യ ശക്തികളെ ഞങ്ങൾ ശാസിക്കുന്നു. പൗരോഹിത്യ ശക്തികളെ ഞങ്ങൾ ശാസിക്കുന്നു. ജാതീയ ശക്തികളെ ഞങ്ങൾ ശാസിക്കുന്നു. ദേശീയ ശക്തികളെ ഞങ്ങൾ ശാസിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ 2013 ഇന്ന് കണ്ട മിസ്രയീമിനെ നീ ഒരു നാളും കാണുകയില്ലെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരം ശക്തിയോടെ കടന്നു വരുന്ന ദിവസമാക്കി തീർക്കണമേ. കരമടിച്ചവനെ ആരാധിക്കാം യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദൈവത്തിന് സ്തോത്രം. ഈ 2 CD ഈ CDയും ഈ പുസ്തകവും പ്രകാശിപ്പിക്കാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് ജയോത്സവ യാത്ര. ഇത് 40 CD അടങ്ങിയ പാട്ടാണ്. പ്രൈസ് ഗോഡ്. പാട്ടുകളടങ്ങിയ CD ആണ്. ഒരു MP3 ആണ് ഇത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഇത് പ്രകാശിപ്പിക്കാൻ പോകുകയാണ്. ക്യാപ്റ്റൻ ടിറ്റി മാത്യൂസ് മുമ്പോട്ട് വന്നാട്ടെ. രണ്ടാമത്തേത് നമ്മൾ കേൾപ്പിച്ചതുപോലെ ഷാജൻ്റെ ഒരു കമ്പൈലേഷൻ, ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവിക വാഗ്ദത്തങ്ങൾ. മുമ്പോട്ട് വന്നാട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് ഇവിടെ പ്രകാശിപ്പിക്കാൻ പോവുകയാണ്. ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതിപ്പോൾ ക്യാപ്റ്റൻ ടിറ്റി മാത്യൂസിന് കൊടുത്തുകൊണ്ട് ഞാൻ ഇത് റിലീസ് ചെയ്യുന്നു. ഇത് അനേകരുടെ ഹൃദയങ്ങളെ തണുപ്പിക്കുന്ന ഒരു പുസ്തകമായിട്ട് മാറട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ പുസ്തകത്തിൽ കൂടെ അനേകായിരങ്ങൾ വിടുവിക്കപ്പെടട്ടെ. അനേകർക്ക് സൗഖ്യവും അനേകർക്ക് ആശ്രയവുമായിട്ട് ഈ ഗ്രന്ഥം തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ പുസ്തകം ദൈവത്തിൻ്റെ വചനത്താൽ നിറയപ്പെട്ടിരിക്കുന്ന ഈ പുസ്തകം വായിക്കുന്ന ആയിരങ്ങൾക്ക് പ്രയോജനമായി തീരത്തക്കവണ്ണം, 10,000-ങ്ങൾക്ക് വിടുതലായി തീരത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ നാട്ടിൽ ഈ മലയാളികളുടെ വിദേശത്തും സ്വദേശത്തുമുള്ള സകലരുടെയും ഐശ്വര്യത്തിനും അനുഗ്രഹത്തിനും അഭിവൃദ്ധിക്കുമായി ആശ്രയത്തിനായി ശരണത്തിനായി ഞാൻ റിലീസ് ചെയ്ത് കർത്താവിൻ്റെ ദാസനെ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ജയോത്സവ യാത്ര. ഇത് ഈ MP3 ഞാൻ ഷാജൻ പോകാല്ലേ? ഇത് ഷാജൻ തരാൻ പോകും. പ്രൈസ് ഗോഡ്. ഈ MP3 ഞാൻ ഷാജന് കൊടുത്തുകൊണ്ട് ഇത് റിലീസ് ചെയ്യാൻ പോകുന്നു. ഷാജൻ ഒരുപാട് CD ഇറക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. വേദപുസ്തകം മലയാളത്തിൽ വായിച്ച ബൗച്ചാനാണ്. അങ്ങനെ ഒരു CD. പിന്നെ ഒത്തിരി പാട്ടുകൾ. നമ്മുടെ ചർച്ചിൻ്റെ അഭിമാനമാണ് ഷാജൻ. കാരണം ഈ ദേവദാസൻ എനിക്ക് ഏറ്റവും സന്തോഷം കേരളത്തിലെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ബൈബിൾ വിറ്റത്. എവിടെ? ഇന്ത്യയിലാണോ കേരളത്തിലാണോ? സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബൈബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത വ്യക്തിയാണ് ഷാജൻ. പ്രൈസ് ഗോഡ്. ദൈവവചനം അനേക ആയിരങ്ങളുടെ കയ്യിലെത്തിക്കാൻ ഇത്ര ശുഷ്കാന്തിയോടെ പരിശ്രമിച്ചതിൻ്റെ കൂലി ദൈവം കൊടുത്തു എന്ന് തന്നെ അനുഗ്രഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞ പുസ്തകം. അതുപോലെ ക്യാപ്റ്റൻ ടിറ്റി മാത്യൂസ് ഒരു CD ഇവിടെ കൊണ്ടുവന്ന് റിലീസ് ചെയ്തു. ഇത് 2ാമത്തെ CD. നമ്മുടെ ചർച്ചിനൊരു അഭിമാനമാണ്. ഇന്ന് ലോകത്ത് ഞാൻ അമേരിക്കയിൽ ചെന്നപ്പം ആ ഒരു പാട്ട് പാടുന്ന ഞാൻ കേട്ടു. ഇന്നയോളം നടത്തിയവനെ. ആ പാട്ടൊന്ന് പാടണേ. പ്രൈസ് ഗോഡ്. ഇന്നയോളം നടത്തിയവനെ ഇനിയും നടത്തും. ആ പാട്ട് ഷേബയും കൂടെ ചേർന്നാൽ പാടി. ഷേബയും കൂടെ വന്നട്ടെ. നിങ്ങൾ രണ്ടും കൂടെ ചേർന്ന പാട്ടൊന്ന് പാടി. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ ആ പാട്ട് പാടുന്നത് കേട്ടു. ദൈവത്തിന് സ്തോത്രം. ഈ MP3 അകത്തുള്ള ഒരു പാട്ടാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഷാജനിങ് വാ. അത് വേറെ ആരെങ്കിലും കൊടുത്തോളൂ. ഷാജൻ ഇങ്ങോട്ട് വാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ആ പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ്.
ഇത്രത്തോളം നടത്തിയോനേ, ഇനിമേലും നീ നടത്തും. ഇത്രത്തോളം നടത്തിയോനേ, ഇനിമേലും നീ നടത്തും. നിനക്കായി ഞാൻ കാത്തിരിക്കും, നീ ഒരു നാളും കൈവിടില്ല. നിനക്കായി ഞാൻ കാത്തിരിക്കും, എന്നെ നീ ഒരു നാളും കൈവിടില്ല. ഈ മരുവിൽ ഞാൻ ഒരു വഴി കാണുന്നില്ല, എൻ്റെ ചിന്തയിൽ എന്തെന്നും അറിയുന്നില്ല. എൻ്റെ കരങ്ങളിൽ ഒന്നും ഞാൻ കരുതിയിട്ടില്ല, എങ്കിലും എന്നെ നടത്തും. ഈ മരുവിൽ ഞാൻ ഒരു വഴി കാണുന്നില്ല, എൻ്റെ ചിന്തയിൽ എന്തെന്നും അറിയുന്നില്ല. എൻ്റെ കരങ്ങളിൽ ഒന്നും ഞാൻ കരുതിയിട്ടില്ല, എങ്കിലും എന്നെ നടത്തും. ജയത്തോടെ നീ നടത്തും. അബ്രഹാമിൻ്റെ ദൈവം നീ, ഇസഹാക്കിൻ്റെ ദൈവം നീ, യാക്കോബിൻ്റെ ദൈവം നീ, എന്നുമെൻ്റെ ദൈവം നീ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം ഒരു വഴിയും കാണുന്നില്ലെങ്കിലും നടത്തും. ഇതിനകത്തുള്ളൊരു പാട്ടാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ വളരെ സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ വിശ്വാസത്തിൽ വന്ന ദിവസം മുതൽ ഇന്ന് വരെ ദൈവം ശക്തിയോടെ തന്നെ ഉപയോഗിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ CD ഇവിടെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം. വലിയൊരു അപകടത്തിൽ കൂടെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയാക്കിയ നിൻ്റെ ദാസൻ ക്യാപ്റ്റൻ ടി മാത്യൂസ് തൻ്റെ കർത്താവ് വിശ്വാസ ജീവിതത്തിൽ ഹല്ലേലൂയ ജയോത്സവമായി നടത്തുന്നൊരു ദൈവത്തെ ആമേൻ മുന്നിൽ കണ്ടുകൊണ്ട് ഫുട് പ്രിൻറ്റ്സ് ഓഫ് ഫെയ്ത്ത് എന്ന വിശ്വാസ യാത്ര എന്ന ജയോത്സവ യാത്ര എന്ന ഈ MP3 ഇതിൻ്റെ 2ാം വോളിയം ഇവിടെ പ്രകാശനം ചെയ്യുമ്പോൾ ഇനിയും തൻ്റെ കയ്യിൽ നിന്ന്, തൻ്റെ നാവിൽ നിന്ന്, തൻ്റെ തൂലികയിൽ നിന്ന് അനേകം ആരാധനാ ഗീതങ്ങൾ ഉയർന്നു വരുവാൻ, അനേകർക്കത് ആശ്വാസമായി തീരുവാൻ, അനേകരുടെ ജീവിതത്തിൽ അത് ശക്തമായി ഉപയോഗിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ മാനസാന്തരത്തിന്, അനേകരുടെ സൗഖ്യത്തിന് അത് ഉപയോഗിക്കാനിടയാക്കണം. തന്നെ സൗഖ്യമാക്കിയ ദൈവം, തന്നെ മാനസാന്തരപ്പെടുത്തിയ ദൈവം അനേകരുടെ ജീവിതത്തിൽ അത് അനുഭവമാക്കി മാറ്റുവാൻ സഹായിക്കുമാറാകണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ MP3 അനേകർക്ക് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം സമർപ്പിച്ചുകൊണ്ട് ഞാനിത് കർത്താവിൻ്റെ ദാസൻ ഷാജിന് കൊടുത്തുകൊണ്ട് ഇത് റിലീസ് ചെയ്യുമ്പോൾ ദൈവം കൂടെ വ്യാപരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ MP3 ഷാജിന് കൊടുത്തുകൊണ്ട് ഞാൻ റിലീസ് ചെയ്യും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നു.